ഈ ഘോഷയാത്രയിൽ മഹാഗണപതിയുടെ തിരുനടയിൽ നിന്നും ആരംഭിക്കുവാനുള്ള അവസരമുണ്ടായതും അവതാരപുരുഷനാകുന്ന ഭഗവാന്റെ കാരുണ്യമാണ് എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ്. ഏതേത് കാലത്ത് ലോകത്തിൽ അധർമ്മം വർദ്ധിച്ച് ധർമ്മത്തെ നഷ്ടപ്പെടുന്ന കാലഘട്ടങ്ങളിലൊക്കെയാണ് ധർമ്മത്തെ വീണ്ടെടുക്കുവാൻ, അധർമ്മത്തെയും അസത്യത്തെയും ഇല്ലാതെയാക്കി മാനവകുലത്തെ നന്മയിലൂടെയും ഈശ്വരവിശ്വാസത്തിലൂടെയും നയിക്കുവാനുള്ള മഹത്തായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ദൈവം ഓരോ അവതാരങ്ങളായി ലോകത്തിൽ വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഹൈന്ദവ പുരാണങ്ങളൊക്കെ അത് പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട്. അപ്രകാരം തിരുവതാരം ചെയ്ത് വന്നിട്ടുള്ള ആ അവതാരങ്ങളെയും അതിന്റെ സങ്കല്പങ്ങളെയും ദേവകളെയും ഉപദേവകളെയും ഒക്കെ ഇന്ന് മനുഷ്യൻ ആരാധിക്കുകയും അതിനെ സേവിക്കുകയൊക്കെ ചെയ്തു വരികയാണ്. എന്നാൽ നാം കണ്ടെത്തേണ്ട, അല്ലെങ്കിൽ നാം യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ട ഈശ്വരവസ്തു നമ്മുടെ ആത്മാവാണെന്നുള്ള ആ പരമാർത്ഥത്തെയാണ് പരമഗുരു ഈ പാരിടത്തിൽ വന്ന് പകൽ പോലെ തെളിയിച്ചറിയിച്ച് അനുഭവപ്പെടുത്തുന്നത്. നീ അന്വേഷിക്കുന്ന ദൈവം നിന്നിൽ തന്നെയാണെന്നുള്ള ആ ആത്യന്തികമായ വേദമാണ് ആത്മബോധമായി ലോകത്തിൽ അവതരിച്ചു വാഴുന്നത്. ആത്മബോധത്തിന്റെ ശാഖാശ്രമമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ആമ്പാടിയെ ധന്യമാക്കിക്കൊണ്ട് പ്രവർത്തിച്ച മഹാസ്ഥാപനത്തിന്റെ വാർഷിക ആഘോഷ പരിപാടികളുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ഇവിടെ നിന്നും ആരംഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവതാരങ്ങൾ തന്റെ കർമ്മങ്ങൾ ഈ ലോകത്തിൽ പുലർത്തുമ്പോൾ ആ അവതാരത്തോടൊത്ത ലോകത്തിൽ നിന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ് മനുഷ്യ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളതിന് സംശയമില്ല. യുഗപതികൾക്കനുസരിച്ച് ഈശ്വരൻ പല കാലഘട്ടങ്ങളിൽ പല നാമത്തിൽ ലോകത്തിൽ തിരുവതാരമായി വന്നിട്ടുണ്ട്. സമ്പൂർണ്ണ അവതാരമായി കലിയുഗത്തിൽ അവതരിച്ച് ശുഭാനന്ദ നാമം സ്വീകരിച്ച് വാഴുന്ന കാലത്ത് ആ കലിയുഗ കദ്വിയുടെ അവതാര കർമ്മങ്ങൾ ലോകത്തിൽ താൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ അവതാര കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ച ഒരു കൂട്ടരാണ് ആത്മബോധോദയ സംഘത്തിലെ വിശ്വാസികൾ. ഈശ്വരനെ നമ്മിൽ നിന്ന് അന്യമായി കണ്ടിരുന്ന നാം മറ്റിടങ്ങളിലൊക്കെ, ക്ഷേത്രങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈശ്വരനെ അന്വേഷിച്ച് നടന്ന നാം, നമ്മളിൽ തന്നെയാണ് നാം അന്വേഷിച്ച ഈശ്വരൻ, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ്, നമ്മുടെ ആത്മാവ് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ദൈവം എന്നുള്ള കുറ്റമറ്റ മനസാക്ഷിയിൽ ഉത്തമ ജീവിതം ചെയ്യുവാൻ ഉപദേശിച്ച ഗുരു കുറ്റമറ്റ മനസാക്ഷി തന്നെയാണ് ഈശ്വരനെന്ന് നമ്മെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പൊ മനസാക്ഷിയെ വഞ്ചിക്കാതെയുള്ള സത്യകർമാദികളെ നിലനിർത്തിക്കൊണ്ടുള്ള ആത്മവഞ്ചന കൂടാതെയുള്ള ആത്മാർത്ഥമായ ജീവിതമാണ് യഥാർത്ഥമായിട്ടുള്ള ഈശ്വര സേവ എന്നാണ് ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്രകാരം ഈ പരമാർത്ഥ ജ്ഞാനത്തെ ഈ ലോകത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് വലിയൊരു വിഭാഗം ജനങ്ങളെ ഈ വിശ്വാസത്തിലൂടെ എത്തിക്കുവാനും ഈ ലോക ഭാഗ്യങ്ങൾ അനുഭവിച്ച് പരലോക ഭാഗ്യത്തെ കരസ്ഥമാക്കുവാനും അപ്രകാരം വിശ്വാസത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള വിശ്വാസികളാണ് ഇന്നിവിടെ വിവിധ ശാഖാശ്രമങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന് ഈ മഹത്തായ കർമ്മത്തിൽ പങ്കാളികളായിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഘോഷയാത്ര ഇവിടെ നിന്ന് പുറപ്പെടുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ചക്രവാണി ശ്രീ വിഘ്നേശ്വര ക്ഷേത്രത്തിന്റെ ഭാരവാഹികളോടും ഈ നാട്ടിലെ നന്മകൾ നിറഞ്ഞ നല്ലവരായ ശത്രുക്കളായ സജ്ജനങ്ങളോടും പ്രത്യേകം ആത്മബോധോദയ സംഘത്തിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. തുടർന്നും നമ്മൾക്ക് ഒന്നിച്ച് മാനവ സമൂഹത്തിന്റെ ആധ്യാത്മികമായ നവീകരണത്തിന് വേണ്ടി ഒത്തുകൂടാമെന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഒരു ഭാഗത്തിൽ സമർപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
ഇനിയും ഒരു ദീർഘമായ പ്രസംഗത്തിൽ നിന്നും വിടവാങ്ങുകയാണ്. ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദപത്മങ്ങൾ സമർപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനുള്ള മീനാദേവി ഇതുവരെ ഇവിടെ എത്തിയില്ല. എന്നാൽ നമ്മുടെ സെക്രട്ടറിയുടെ ഒരു അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ലക്ഷ്മണ സോമസുന്ദര അവരുടെ ഈ നിലവിളക്ക് കൊടുത്തി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി വിനയാദരപൂർവ്വം ക്ഷണിക്കുന്നു. இங்கே அமர்ந்திருக்கக்கூடிய பெரியவர்களிடமும் இங்கே அமர்ந்திருக்கக்கூடிய தாய்மார்களிடம் சகோதர சகோதரிகளிடம் என்னிலும் மூத்த பெரியவர்களிடம் நான் முதலாவதாக மன்னிப்பை கேட்டுக்கொள்கிறேன். ஏனென்று கேட்டால் எனக்கு மலையாளம் தெரியும், புரியும், என்னால் புரிந்து கொள்ள முடியும், கொஞ்சமாக பேச முடியும். ஆனால் தமிழ் எனக்கு வரும் அளவிற்கு சரளமாக பேச வரும் அளவிற்கு மலையாளம் பேச வராது. அதன் அடிப்படையில் உங்களிடம் மன்னிப்பு கேட்டுக்கொண்டு என்னுடைய தாய்மொழியாம் தமிழ் மொழியிலே நான் இங்கே உரையாற்ற வந்திருக்கிறேன். உங்களுக்கு புரியும் என்று நினைக்கிறேன். என்று கேட்டால் உங்களுக்கு இங்கே நாம் தமிழ்நாடு கேரளா பாடல் இருக்கிறோம். உங்களுக்கு எனக்கு புரியும், ஆனால் உங்களுக்கு எப்படி புரியுமோ அதே போன்று உங்களுக்கு தமிழும் மலையாளமும் புரியும் என்ற அடிப்படையில் இறைவனுடைய பாதத்தில் என்னுடைய இதை சமர்ப்பணமாக்கி என்னுடைய உரையை இங்கே ஆரம்பிக்கிறேன். ஓம் ஸ்ரீ சுபானந்தாய நமக. குரு சரணம் சரணம், குருவே சரணம். இந்த மேடை எனக்கு கிடைத்தது மிகப்பெரிய பாக்கியம், மிகப்பெரிய பாக்கியம். ஏன்னு கேட்டால் நானும் இந்த நம்ம ஸ்ரீ சுபானந்த சுவாமிகள் போன்று என்னுடைய மூதாதையர் ஸ்ரீ குமராண்டி ஞானியார் இவருடைய வழித்தோன்றல் வாரிசு தான் நான் இங்கே நின்று பேசிக்கொண்டிருக்கிறேன். அவருடைய அனுகிரகம் தான் இங்கே இந்த சுபானந்த குருதேவருடைய அனுகிரகமாக எனக்கு கிடைத்து இந்த பெரிய மிகப்பெரிய மேடை இங்கே கிடைத்து இங்கே திருவிளக்கு ஏற்றக்கூடிய பாக்கியம் எனக்கு எவ்வளவு பெரிய பாக்கியம், எவ்வளவு பெரிய பாக்கியம். நான் உண்மையிலே நிகழ்ச்சியாக இங்கு நின்று கொண்டிருக்கிறேன், நிகழ்ச்சியாக நின்று கொண்டிருக்கிறேன். முதலாவதாக என்னை இங்கே அழைத்த என் வீட்டுக்கு பெரியவங்க ஒரு 7 பேர் வந்திருந்தாங்க. நான் மிரண்டுட்டேன். நான் அவ்வளவு சின்ன பையன், என் வீட்டுக்கு 7 பேர் பெரியவங்க இந்த உட்கார்ந்துருக்காங்க. பெரியவங்க நம்ம இவங்க செக்ரட்டரி சுரேந்திரன் அவங்க அண்ணன் வந்திருந்தாங்க, வினு அவங்க வந்திருந்தாங்க, நிறைய பேர் வந்திருந்தாங்க, அண்ணாச்சி வந்திருந்தாங்க, எல்லாரும் வந்திருந்தாங்க. மிரண்டுட்டேன்னா அவ்வளவு பெரிய ஆளா நம்ம இருந்தாலும் கூட நம்ம அன்பிற்குரிய மீனாதேவி மேடத்தை அழைத்து விட்டு அப்படியே என்னுடைய இல்லத்திற்கு வந்திருந்தார்கள். நான் மிகவும் மகிழ்ச்சி அடைந்தேன், மிகவும் மகிழ்ச்சி. மீனாதேவி அவங்களுக்கு உடம்பு சரியில்லை, அதனால வர முடியல. இன்று வந்து சுபானந்த குருகுலத்தில் ஆண்டு விழா நடைபெற்றுக் கொண்டிருக்கிறது. 29வது வருடாந்திர திருவிழா. இந்த திருவிழாவில் ஈஸ்வர பிரார்த்தனை செய்த அர்ச்சனா சுரேந்திரனாக இதற்கு முன்னால் எனக்கு முன்னால்
இந்த நிகழ்ச்சியை நடத்தி சென்ற வழிநடத்திய குழந்தைகளுக்கும் இளைஞர்களுக்கும் பெரியோர்களுக்கும் என்னுடைய நன்றி வணக்கத்தையும் தெரிவித்துக் கொண்டு என்னுடைய கருத்தை நான் சொல்லலாம் என்று நினைக்கிறேன். முதலாவதாக அர்ச்சனா சுரேந்திரன் அவர்களுக்கு வணக்கத்தை வாழ்த்துக்களையும் தெரிவித்துக் கொண்டு, தலைமையேற்றிருக்கக்கூடிய சுவாமி கீதானந்தன் டிரஸ்ட் செயலாளர் ஸ்ரீ சுபானந்தாசிரமம் செல்வோர் மாவேலிக்கரை அவர்களுக்கும், வரவேற்புரை நல்கிய திரு சுரேந்திரன் பக்தர் கலைச்சாளர் அவர்களுக்கும், குத்து விளக்கு மீனாதேவி அவர்கள் வரவில்லை, இருந்தால் உடல் சிலை சரியில்லாதனால் வரவில்லை, அவர்களுக்கும், முக்கிய பேச்சாளராக இங்கே அருமையான கருத்துக்களை இங்கே எடுத்து சொன்ன என்னன்னு கேட்டது முதலே நான் சொல்லிட்டேன், எனக்கு புரியும். அவங்க பேசியது மிகச்சிறந்த கருத்துக்களை பேசி சென்றிருக்கிறார்கள், எனக்கு நன்றாக புரிந்தது. ஏன்னு கேட்டால் ஒரு குடும்பத்திலும் ஒருவர் பாதிக்கப்பட்டிருக்கிறார் இந்த போதைப் பொருட்களினால். நானும் பாதிக்கப்பட்டிருக்கிறேன், என்னுடைய குடும்பத்திலும். அந்த கதை நான் இங்கே வேண்டாம், எங்கள் இடத்தாக போய்விடும். நான் ஒரு குடும்பத்திலும் ஒரு நபர் பாதிக்கப்பட்டிருக்கிறார். சுவாமிகள் எப்படி பாதிக்கப்பட்டாரோ அது மாதிரி என் குடும்பத்தில் நான் பாதிக்கப்பட்டேன். எல்லோரும் குடும்பத்திலும் ஒன்று இருக்கிறது. இந்த போதை வஸ்துக்களை முழுவதுமாக ஒழிக்க வேண்டும். புகை இருக்கக்கூடாது, மது இருக்கக்கூடாது. புகை இல்லாத மாநிலமாக, புகை இல்லாத மாவட்டமாக, புகை இல்லாத மாநிலமாக, மது இல்லாத மாவட்டமாக, மது இல்லாத மாநிலமாக உருவாக்க வேண்டும். சுவாமிஜி அதற்கு முதல் படி எடுத்திருக்கிறார்கள். நாம் அவர்கள் பின்னால் அனுபவிக்க வேண்டும். ஆன்மீகம் மட்டுமல்ல, பொது சேவையும் இதில் ஆன்மீக சேவையில் அடக்கம்தான். அதெல்லாம் சொல்ல மாதா பிதா குரு தெய்வம் என்று சொல்லி இருக்கிறார். முதலாவதாக அன்னை, அடுத்தபடியாக தந்தை, அதுக்கபடியாக குரு. குருதேவ் சொல்வது வேத வாக்கு. அதற்கு பிற்பாடுதான் தெய்வத்தை வைத்திருக்கிறார்கள். மாதா பிதா குரு தெய்வம் என்று சொல்றார். அதன் அடிப்படையில் நாம் அந்த அவருடைய நல்ல நோக்கத்திற்கு நாம் கை கொடுக்க வேண்டும். அதற்கு நாம் அவருடைய முன்னெடுப்பிற்கு நாம் கூட இருக்க வேண்டும். அவருடைய கருத்தை வலுப்படுத்த வேண்டும் என்று கேட்டுக்கொண்டு, அதுக்கு அடுத்தபடியாக எனக்கு பிறகு பேசுவதற்காக சுவாமிஜிகள் மிகப்பெரிய ஜாம்பவான்கள் இங்கே அமர்ந்திருக்கிறார்கள். மிகப்பெரிய ஜாம்பவான்கள் மத்தியில் நான் ஒரு சிறு அணிலாக, சிறு குருவியாக நான் உணர்கிறேன். சுவாமி நித்யானந்தா ஸ்ரீ சுபானந்தாசிரமம் செருகோன் சன்னியாசினி கிருஷ்ணானந்தினி அம்மா அவர்கள் இருக்கிறார்கள். எவ்வளவு பெரிய ஒரு சன்னியாசினி. ஸ்ரீ சுபானந்தாசிரமம் செருகோன் சன்னியாசினி லட்சுமி அம்மா சுபானந்தாசிரமம் செருகோன் ஜோதி ஆசிரமம் திருவனந்தபுரத்தில் வந்திருக்கிறார்கள். இது முடிந்த பிற்பாடு எனக்கு என்னுடைய பேச்சு முடிப்பார் ஒரு பெரியவர்கள் நிறைய ஆலோசனைகள் தர இருக்கிறார்கள். அதற்கு நன்றியாக என்னுடைய அருமை நண்பர் திரு பினு அவர்கள் பேச இருக்கிறார்கள். என்னன்னு கேட்டால் கிட்டத்தட்ட 12 மணி ஆயிடுச்சு. எல்லாருக்கும் லைட்டா பசி வந்திருக்கும், எனக்குமே வந்துடுச்சு. அதனால சொல்ல இப்ப என்ன விஷயம்னா, ஒரு வாழ்க்கையில நம்ம டெய்லி சாப்பிட்றோம், காலை 8:30 சாப்பிட்றோம், மத்தியானம் 1 மணிக்கு சாப்பிட்றோம், சாயங்காலம் ஒரு 8:30 சாப்பிட்றோம். ஒரு நாள் கொஞ்சம் முன்ன சாப்பிட்டா தப்பு இல்லை. அதுதான் திருவள்ளுவர் அன்னைக்கு சொல்லியிருக்காங்க, செவிக்க உணவில்லாத பொழுது சிறிது வயிற்றுக்கு ஈயப்படும் அப்படி சொல்லியிருக்காங்க. அது என்னன்னா, காதுகளுக்கு எந்த விஷயமும் இல்லைன்னா போய் சாப்பிடுங்க. இப்ப நீங்க காதுக்கு விஷயம் இருக்கிறது. நிறைய பெரியவர்கள் பேசியிருக்கிறார்கள். முன்னாடி பெரியவர் நம்ம குருஜி பேசியிருக்கிறார், பிற்பாடு பெரியவர் பேசியிருக்கிறார். நான் எளிய சிறு கருத்துக்களை என்னன்னு கேட்டால், நான் மேடைதோறும் சொல்லக்கூடிய விஷயம்தான். நான் மேடையில் ஏறிவிட்டேன் என்று சொன்னால் எனக்கு எல்லாம் தெரியும் என்று அர்த்தம் அல்ல. நீங்கள் மேடைக்கு கீழே அமர்ந்திருக்கிறீர்கள் என்றால் உங்களுக்கு எதுவும் தெரியாது என்று அர்த்தம் அல்ல. உங்களுக்கு தெரியாத விஷயத்தை நான் புதிதாக எதுவும் சொல்லிவிடப் போவதில்லை. ஆனால் கூட எனக்கு அந்த விஷயம் எனக்கு நினைவிருக்கிறது. என்னென்று கேட்டால் பெரியவர்கள் அமர்ந்திருக்கிறார்கள், என்னிலும் மூத்தவர்கள் அமர்ந்திருக்கிறார்கள், தாய்மார்கள் அமர்ந்திருக்கிறார்கள். எல்லோருக்கும் எல்லாம் தெரியும். அதன் அடிப்படையில் நான் இங்கே பேசிக் கொண்டிருக்கிறேன். அப்போ இன்றைக்கு நல்ல கருத்துக்கள் நம் செவியை இட்டு இருக்கின்றன. நம் வாழ்க்கைக்கு உண்டான தத்துவங்கள் நம் செவியை இட்டு இருக்கின்றன. ஆகவே கொஞ்சம் பசியை பொறுத்து தண்ணீர் சக்திகள் அப்படி ரவுண்டிங்ல தண்ணீர் வந்ததை பார்த்தேன். நானும் கூட குடித்தேன். அரை பாட்டில் தண்ணியை குடிச்சிட்டேன். அதுபோக ஒரு டம்ளர் தண்ணி குடிச்சிட்டேன். இருந்தாலும் கூட கேட்க வேண்டும். நான் உபதேசத்தை கேட்க வேண்டும். பெரியவருடைய உபதேசத்தை கேட்க வேண்டும். குருவினுடைய பாதத்தை அடிவற்றி நாம் பயணப்பட வேண்டும். அதை அந்த குருவின் வழியாக வந்திருக்கக்கூடிய மகான்களுடைய உரையை கேட்க வேண்டும். இது நமக்கு புண்ணியம். நாம் செல்கின்ற பாதை சரிதானா? நான் இப்போ ஒரு பாதையில சென்று கொண்டிருக்கேன். அந்த பாதையில போயிட்டு சரிதானா இல்லையா என்று எனக்கு தெரியாது. எனக்கு பெரியவர்கள் இங்கே வழிகாட்டும் பொழுது, அவர்கள் கருத்துக்களை சொல்லும் பொழுது, அப்ப நான் செல்வது பாதை சரியா தவறா என்று என்னால் உணர்ந்து கொள்ள முடியும். அந்த என்ன, அதாவது இந்த விளக்கு இருக்குங்க, இந்த விளக்கு தீபம் ஒளிர்ந்து கொண்டிருக்கிறது. அப்படியே விட்டால் இந்த தீபம் ஒளிருமா? ஒளிராது. இந்த தீபத்தை ஒளிர்வதற்கு ஒரு தூண்டுகோல் தேவை. அதற்குத்தான் நாம் முன்னோர்கள் நமக்கு குருவை நமக்கு அமைத்து தந்தார்கள். நம் வாழ்க்கை நன்றாக இருக்க வேண்டும் என்று சொன்னால் நாம நம்முடைய வாழ்க்கையை அமைத்துக் கொண்டாலும் கூட
ஒரு தூண்டுகோல். அந்த தூண்டுகோலாக குரு பகவான் நமக்கு தேவை. குரு தேவை. நம்மையும் மூத்தவர்கள், நம்மை விட அனுபவம் மிக்கவர்கள் சொல்லக்கூடிய வார்த்தைகள் குரு வார்த்தை. அது வேதம் என்று சொல்லப்படுகிறது. அப்போ இன்று ஆத்ம போதாலய சங்கத்திலிருந்து சுபானந்த ட்ரஸ்ட் நிறைய நல்ல காரியங்கள் செய்து கொண்டிருக்கிறார். நீங்க வீட்டுக்கு வரும்போது கூட அவங்க செயலாளர் நிறைய விஷயங்களை பேசினாங்க. எனக்கு நிறைய விஷயங்களை சொல்லி தந்தாங்க. பெரியவங்களும் பேசினாங்க, நிறைய விஷயங்கள் சொல்லி தந்தாங்க. என்னோட நேர்த்தி கேட்டால் முதல் முறையாக நான் இங்கு வருகிறேன். மிகவும் மகிழ்ச்சியாக நினைச்சேன். எதற்கு கேட்டால் நானும் இதே போன்று ஒரு குரு பூஜை நடத்தக்கூடிய குடும்பத்திலிருந்து வந்தவன் என்கின்ற முறை பெருமையாக இருக்கிறது. பெருமையா இருக்கிற இந்த குரு பூஜை ஒரு வழிபாட்டு முறைகள் தான் வித்தியாசமே தவிர கிட்டத்தட்ட இதே மாதிரியான குரு பூஜையை நாங்கள் வருடத்திற்கு ஒரு முறை நடத்துகிறோம். அப்போ அதே போன்று இங்கே நடக்கிறது, சிறப்பாக நடக்கிறது. காலையிலிருந்து நான் தொடர்ந்து அதை பார்த்துக் கொண்டிருக்கிறேன், வழிபட்டுக் கொண்டிருக்கிறேன். அப்போ இல்லத்திற்கு வந்திருந்தார்கள். அப்போ குருஜியை பற்றி நான் தெரிந்து கொள்ள வேண்டும் என்று நான் அவரிடம் விருப்பப்பட்டேன். அவரிடம் ஏற்கனவே சொல்லியிருந்தேன். இப்போ அவங்க சொன்னாங்க, 2 விதமான நூல்கள் வெளியிடப்பட்டிருக்கின்றன குருஜியை பற்றி. ஒன்று ஆங்கிலத்தில், இன்னொன்று மலையாளத்தில். மலையாளம் எனக்கு படிக்க தெரியாது, பேச தெரியும், புரியும், பேச தெரியும், படிக்க தெரியாது. ஆங்கில புத்தகத்தை கொடுங்கள், அதை படித்து நான் படித்து புரிந்து கொள்கிறேன் குருஜியை பற்றி என்று சொல்லி இந்த புத்தகத்தை எனக்கு அருளார்கள். அன்றைக்கு உட்கார்ந்து படிக்க ஆரம்பிச்சோம்னா நேற்றுக்குள்ள படிச்சு முடிச்சு அப்பதான் நம்மகிட்ட பேச முடியும். குருஜினா யாரு, அவர் என்ன பண்ணி இருக்கிறாரு, எதற்காக நமக்காக எது உழைத்தாரு, அவர் எதற்காக சாக்ரிஃபைஸ் தன்னுடைய வாழ்க்கையை முழுவதுமாக அர்ப்பணித்து நமக்காக என்ன செய்து சென்றிருக்கிறார்கள் என்று எனக்கு தெரியும். உங்களுக்கு எல்லாருக்கும் தெரியும், நான் தானே புதுசு, நீங்க தான் பழசு. அப்ப நான் சொல்ல வேண்டும், எனக்கு தெரிந்த விஷயங்களை நான் சொல்ல வேண்டும். அதற்காக கற்று தெரிந்து கொண்டேன். எப்பொழுதுமே நான் மேடதோறும் பேசும் பொழுதும் அந்த அந்த பகுதியில் இருக்கக்கூடிய இந்த ஆசிரமத்திற்கு வந்திருக்கிறேன். சுபானந்த குருஜியை பற்றி பேசுகிறேன். அதனால் சுபானந்த குருஜியை பற்றி கற்றுக்கொண்டேன். இதனால் உங்களுக்கு சில தகவல்களை சொல்கிறேன் என்று கேட்டால் இது எனக்கு தான் நன்மை. நான் கற்றுக்கொண்டேன், ஒரு புதிய விஷயத்தை கற்றுக்கொண்டேன். அப்போ எந்தெந்த கோயிலுக்கு செல்கிறேனோ அந்தந்த தெய்வங்களை பற்றி, அந்தந்த லொக்காலிட்டி என்று சொல்லக்கூடிய அந்த விஷயங்களை பற்றி கற்றுக்கொண்டு பேசக்கூடிய பழக்கம் எனக்கு உண்டு. நேற்று இரவு வடிவீஸ்வரம் மாசி திருவிழா நடைபெற்றுக் கொண்டிருக்கிறது. வடிவம்மை அழகம்மன் சமேத சுந்தரேஸ்வரர் திருக்கோயில், அப்புறம் மாசி திருவிழாவை பற்றி பெருமையாக பேசுகிறேன். என்ன கேட்டால் நம்ம இதிகாசங்கள், ராமாயணம், மகாபாரதம் எல்லாரும் பேசுவார், எல்லோரும் வழக்கமாக பேசக்கூடியது. ஆனால் என்னுடைய பேச்சின் சாரமாக நான் என்ன எடுத்துக்கொள்கிறேன் என்று கேட்டால் ஃபீல்டு, அதாவது நிகழ்காலத்தில் இருக்கக்கூடிய கோவில், ஆன்மீகம், ஆசிரமம், இந்து தர்மம், இதை நாம் எவ்வாறு கடைபிடிக்க வேண்டும், எப்படி வாழ வேண்டும். நாம் இந்து தர்மத்தை கடைபிடித்தால் நம் வாழ்க்கையில் எவ்வாறு நாம் ஒரு உன்னத நிலை அடையலாம், ஒரு குருதேவரை பின்பற்றினால் அவருடைய போதனைகளை கேட்டால் நாம் எவ்வளவு நன்மை கிடைக்கும் என்பதற்காக நான் இதை எடுத்துக்காட்டாக சொன்னேன். அப்போ மாசி திருவிழா 10 நாட்கள் திருவிழா நடக்கிறது. இந்த 10 நாட்கள் திருவிழாவுடைய தாற்பயங்கள் என்ன? அதற்கு ஒரு நாட்களும் ஒரு வாகனத்தில் இறைவன் பவனி வருகிறார். அந்த வாகனத்துடைய தாற்பயம் என்ன, இந்த வாகனத்தில் வந்தால் என்னென்ன பலன் நமக்கு கிடைக்கும் என்பதாக சொன்னேன். எல்லோருக்கும் ரொம்ப சந்தோஷம். அப்ப அந்த பெரியவரே சொன்னார், மேடையில் இருக்கக்கூடிய பெரியவரே என்னிடம் சொன்னார், நாம் ராமாயணம், மகாபாரதம், பகவத்கீதை எல்லோரும் நாம் படிப்பதுதான், எல்லோரும் பேசுவதுதான். ஆனாலும் கூட கோவிலில் இருக்கக்கூடிய கோவிலுடைய அமைப்பு, இறைவனுடைய அமைப்பு, மூலவர், உற்சவர், இறைவன் வரக்கூடிய திருவீதி உலா கூறக்கூடிய வாகனங்களுடைய தாற்பயம் சொன்னது ரொம்ப நன்றாக இருந்தது தம்பி. உங்களுடைய பேச்சு மிகவும் அருமையாக இருந்தது என்று சொல்லி நேற்று இரவு பெரியவரிடம் ஆசீர்வாதம் வாங்கிவிட்டு தான் வந்திருக்கிறேன். அதன் அடிப்படையில் உங்களிடமும் நான் அந்த ஆசீர்வாதத்தை, பாராட்டை வாங்கி விடுவேன் என்கிற நம்பிக்கை இங்கே பேசிக் கொண்டிருக்கிறேன். இப்பொழுது வருடாந்திர திருவிழா நடைபெற்றுக் கொண்டிருக்கிறது. ஒரு ஆசிரமத்தில் ஒரு பெரிய கோயில் இருக்குங்க, ஒரு பெரிய கோயில்கள்ல திருக்கொடியேற்றம் ஏற்றி திருவிழாக்கள் நடத்துவது பெரிய விஷயம் அல்ல. ஒரு ஆசிரமத்தில் திருக்கொடி ஏற்றி திருவிழா நடத்தி ஒரு ஊர்வலம் சென்று, இன்னைக்கு ஊர்வலத்தை நான் ரொம்ப ரசிச்சு பார்த்தேன். ரொம்ப அருமையா நம்ம கோவிலிருந்து கிளம்பி, ஆசிரமத்திலிருந்து கிளம்பி அங்கே விநாயகர் கோவிலுக்கு சென்று, விநாயகர் கோவிலிருந்து மேளதாளம் முழங்க மீண்டும் அங்கே நாராயணகுருவுடைய அந்த இடத்தில் சென்று மீண்டும் திரும்பி மீண்டும் ஆசிரமத்தை வந்து சென்றார். அதாவது இதையெல்லாம் பெரியவர்கள் இந்த விழாவாக தாற்பயங்களாக இதற்கு நமக்கு அமைத்து தந்திருக்கிறார்கள் என்று சொன்னால்
எப்பொழுதுமே நம்முடைய வாழ்க்கை, இப்ப நம்ம போனோம் இல்லையா, இங்க இருந்து கிளம்பி அப்படி நேர்கோட்டில் சென்று இந்த இப்ப நம்ம இன்னைக்கு போன அந்த அந்த வழி நீங்க நல்லா கவனிச்சு பார்த்தா தெரியும், ஸ்வஸ்திக். நம்ம போன வழி இங்கிருந்து கிளம்பி இப்படி போய் இப்படி போய் மறுபடியும் இப்படி போய் இப்படி போய் இப்படி போய் மறுபடியும் இப்படி வந்துடும். அதனுடைய அமைப்பு என்னவென்று கேட்டால் ஸ்வஸ்திக். ஸ்வஸ்திக் என்னவென்று கேட்டால் இந்து தர்மத்தில் சொல்லப்பட்ட ஓங்கார மந்திரத்திற்கு அடுத்தபடியான மிக சிறப்பான ஒரு இடத்தை பெற்றிருப்போம் ஸ்வஸ்திக். அந்த ஸ்வஸ்திக்கினுடைய பாதை தான் நாம் இன்று சென்ற பாதை. ஸ்ரீ சிவானந்த குருஜியினுடைய அந்த பல்லக்கு வாகனம் சென்ற பாதை நான் மிக நுட்பமாக கவனித்தேன். அப்படித்தான் ஏற்பாடு செய்திருந்தார். அருமையான ஒரு விஷயம். அப்போ திருக்கொடியேற்றி ஆசிரம தட்சணம், ஆராதனை, இளைஞர்கள் பொதுக்கூட்டம், ஆன்மீக சொற்பொழிவு, பக்தி பாடல்கள், தாளப்பொலி ஊர்வலம், ஆண்டு விழா ஊர்வலம், ஆண்டு விழா பொதுக்கூட்டம் என்று மிக சிறப்பான ஏற்பாடுகள் செய்யப்படும். இன்று காலையிலிருந்து நான் காலையிலிருந்து இங்கதான் இருக்கிறேன். குரு பூஜை குறிப்பிட்டு மாதா பிதா குரு தெய்வம் சனாதன தர்மம் என்று அழைக்கக்கூடிய இந்து தர்மத்தில் இறைவனுக்கு முன்பு குருவை தான் நிலைநிறுத்தி இருக்கிறார்கள். அதன் அடிப்படையில் நாம் இங்கே குரு பூஜை நடத்துகிறோம். இன்றைக்கு ஆண்டு விழா குரு பூஜை, அவருடைய குரு பூஜை மார்ச் 4 என்று நினைக்கிறேன். அந்த 28/4/1882 குருதேவர் பிறந்திருக்கிறார். அப்போ 28/4 3ஆம் மாசம் 4ஆம் மாசம் ஏப்ரலில் அவருடைய குரு பூஜை வரும் என்று நினைக்கிறேன். குரு பூஜை நடத்துகிறீர்கள் இல்லையா சகோதரர்? குரு பூஜை நடக்கிறது இல்லையா? குரு பூஜை நடக்கிறது கேட்டால் என்னுடைய குருநாதருக்கு குரு பூஜை திருவோண நட்சத்திரத்தில் அவருடைய அவதார நாளில் குரு பூஜை நடக்கிறது. கண்டிப்பாக நிச்சயமாக நடக்கும். அதன் அடிப்படையில் அப்போ கொஞ்சம் ஷார்ட் அண்ட் ஸ்வீட்டா முடிச்சிடுறேன். இருந்தாலும் கூட சொல்ல வந்த கருத்துக்களை சொல்ல வேண்டும் என்பதற்காக நிறைய தகவல்களை திரட்டி கொண்டிருக்கிற நேரமின்மையின் காரணமாக சுருக்கமாக, ரத்தின சுருக்கமாக என்னுடைய உரையை முடித்துக் கொள்கிறேன். அடுத்த முறை மீண்டும் எனக்கு வாய்ப்பு தரும் பொழுது, நல்ல வாய்ப்பை நல்கும் பொழுது இன்னும் மீண்டும் விரிவாக பேச தயாராக இருக்கிறேன் என்று கூறிக்கொண்டு, முதலில் சனாதன தர்மம் என்று கேட்டால் நம்ம ஆசிரமம் குருதேவ வழிபாடு நடத்துகிறோம். அந்த குருதேவ வழிபாடு சனாதன தர்மத்தில், இந்து தர்மத்தில் குருதேவ வழிபாடு எப்படி சொல்லப்பட்டிருக்கிறது என்பதற்காக ஒரு வரியாக சொல்லிவிட்டு நிறைய விஷயங்கள் இருக்கிறது சொல்வதற்கு அதை நான் ஒரு வரியாக சொல்லிவிட்டு இங்கே குருதேவருடைய தகவல்களுக்கு வந்துவிடுகிறேன். அப்போ அகம்பிரம்மாஸ்மி என்று சொல்லப்பட்டிருக்கிறது. நான் கடவுள், நான் இந்த குழந்தை கடவுள், இனி கூடியிருக்கக்கூடிய அனைவரும் கடவுள், எல்லோரும் கடவுள், இங்கே அமர்ந்திருக்கக்கூடிய குருஜி கடவுள், எல்லோரும் கடவுள். ஏன்னு கேட்டா நாம் மனதை சுத்தமாக வைத்திருந்து அந்த மனதை சுத்தமான வைத்திருக்கக்கூடிய மனத்தில் இறைவனை குடியிருத்தி விட்டோம் என்று சொன்னால் நானும் கடவுள் தான். அதைத்தான் பெரியவர்கள் சொன்னார்கள், ஊருடமே கோயில் உள்ளமே ஆலயம் என்று சொன்னார்கள். எப்படி பார்த்தாலும் அதுதான் அர்த்தம். ஆகவே இதன் அடிப்படையில் நாம் எடுத்துக்கொண்டோம் என்று சொன்னால் குருதேவர் வழிபாடு மிகவும் சிறப்பான வழிபாடு. குருதேவரை நாம் தினமும் வழிபட வேண்டும். வழிபட்டால் நமக்கு மிகப்பெரிய செல்வங்களும் ஐஸ்வர்யங்களும் கிட்டும். ஒரு சின்ன எடுத்துக்காட்டாக நான் உங்களுக்கு சொல்கிறேன். நாம் இருக்கிறோம், இப்ப நான் இருக்கிறேன், எடுத்துக்காட்டுக்கு என்ன எடுத்துக்கொள்ளுங்கள். நான் இருக்கிறேன், என்னுடைய அப்பா இருக்கிறார், என்னுடைய தாத்தா இல்லை. தாத்தா எங்க இருக்கிறார்? புகைப்படமாக இருக்கிறார். என்னுடைய தாத்தாவிற்கு தாத்தா இல்லை, இவர் என்னுடைய முப்பாட்டம். தாத்தாவிற்கு தாத்தா புகைப்படமாக இருக்கிறார், என்னுடைய முப்பாட்டம் புகைப்படமாக இருக்கிறார், ஆனால் ஜீவனாக இருக்கிறார் இந்துவர். இப்ப நாம் அந்த என்னுடைய தாத்தாவிற்கு, தாத்தாவுடைய பிறந்த நாளுக்கு, நினைவு நாளுக்கு, தாத்தாவுக்கு ஆட்சிக்கு புகைப்படத்துக்கு முன்னால் பூஜை செய்கிறேன். இது என்னுடைய குடும்ப பூஜை. அதற்கு அடுத்தபடியாக குல பூஜை, குலதெய்வ பூஜை பண்ணுகிறோம். எங்கு சென்றாலும் நாம் குலதெய்வத்தை மறந்துவிடக் கூடாது. குலதெய்வ பூஜை, சில வீடுகளில் கன்னி பூஜை இருக்கும், கன்னி தெய்வம் இருக்கும். வீட்டில் எங்களுக்கு கன்னி தெய்வம் இருக்கிறது, கன்னி பூஜை இருக்கிறது. அதற்கு அடுத்தபடியாக குருதேவர் வழிபாடு. நம்முடைய இது எதற்காக சொல்கிறேன் என்று சொன்னால், நம்முடைய முன்னோர்களை நான் என் தாத்தாவை வழிபடுகிறேன். என் முன்னோர்கள், என்னுடைய முப்பாட்டன் ஜீவசமாதியாக இருக்கிறார், அதை இங்கே வைத்துக் கொள்ளும். அது ஒரு பக்கமாக இருக்கு. நான் என்னுடைய தாத்தாவை வழிபடுகிறேன் இல்லையா, அதான் முன்னோர்கள் வழிபாடு. இப்போ இந்த வழிபாட்டு முறைகள் இது சங்கிலி அடுத்து சங்கிலியாக சென்று கொண்டிருக்கும் பொழுது அதுதான் இந்த இங்கே குருதேவ வழிபாடாக. இப்போ அடுத்தது நீ முப்பாட்டன் வந்துரு. எங்க அப்பா இருக்கிறார்,
தாத்தா வழிபாடு, அதற்கு அடுத்தபடியாக என்னுடைய பாட்டன், என்னுடைய முப்பாட்டன் வழிபாடு, இந்த சங்கிலி. அதே போன்று நம்முடைய குருதேவருக்கும் நமக்கும் ஒரு இணைப்பு சங்கிலி இருக்கிறது. அந்த இணைப்பு சங்கிலியை நாம் சரியாக பயன்படுத்தி கொண்டோம் என்று சொன்னால் குருதேவருடைய அருள் கடாட்சம், அருள் நமக்கு நேரடியாக வந்து சேரும். நாம் எப்படி வீட்டில் நம் முன்னோர்களை வழிபடுகிறோமோ, பெரியவர்களை வழிபடுகிறோமோ, அதே போன்று நம்ம குருதேவரை வழிபட வேண்டும், தினமும் வழிபட வேண்டும். இல்லாவிட்டால் வாரத்தில் ஒரு நாட்களாவது நிச்சயமாக விளக்கேற்றி அவருடைய வழிபட வேண்டும். இந்த வழிபாட்டு முறை நம்முடைய இந்து தர்மத்தில் சொல்லப்பட்டிருக்கிறது. அடுத்தபடியாக குருஜி, இந்து தர்மத்தில் சொல்லப்பட்ட விஷயங்களை தான் குருஜி நமக்கு அதை எளிமையாக்கி நமக்கு தந்திருக்கிறார். குருஜி நமக்கு என்ன சொன்னார்? இப்ப நாராயண குருவும் நம்ம குருஜியும் சமகாலத்தவர்கள். நான் படித்து தெரிந்து கொண்ட வரை மதம் என்னாயும் சரி, மனிதன் நன்னாயால் சரி என்று சொன்னார் நாராயண குரு. இவர் என்ன சொன்னார்? நாம் மதத்தை பின்பற்ற வேண்டும், நம் மதத்தில் இருக்கக்கூடிய கலை, கலாச்சாரம், பண்பாடு அதை விட்டுவிடக் கூடாது, அதை நாம் பின்பற்ற வேண்டும் என்று சொல்லியிருக்கார். ஆனால் அந்த மதத்திற்குள்ளே நமக்கு ஜாதி தேவையில்லை என்பதை அழுத்த திருத்தமாக பதிவு செய்திருக்கிறார். நமக்கு ஜாதி தேவையில்லை, எல்லோரும் ஒன்று என்ற கருத்தை பதிவு செய்திருக்கிறார். அதற்காக போராடி இருக்கிறார், நிறைய போராட்டங்களை செய்திருக்கிறார். இன்று மிகச்சிறப்பான வழிபாடு குருதேவருக்கு நடக்கிறது என்று சொன்னால் அவருடைய அந்த போதனைகள் தான் அர்த்தம். இன்றைக்கு மிகப்பெரியவர்கள் இந்த சபையில் கூடியிருக்கிறீர்கள் என்று சொன்னால் அவருடைய போதனைகளுடைய காரணமாக. நான் இங்கே எனக்கு ஒரு வாய்ப்பு இங்கே கிடைத்து நான் இங்கே வந்திருக்கிறேன் என்று சொன்னால் அவருடைய அந்த போதனையின் காரணமாக. பெரியவர்கள் இத்தனை கிலோமீட்டர் தாண்டி சுசீந்திரத்தில் இருக்கக்கூடிய என்னுடைய இல்லத்தில் தேடி அவர்கள் என்னுடைய இல்லத்திற்கு அவருடைய வருகை அமைந்தது என்று சொன்னால் குருதேவருடைய அனுகிரகம். என்னுடைய குருதேவர், இவரும் என்னுடைய குருதேவர் தான், மாற்றுக்கத்தில் என்னுடைய குருதேவர் என்றால் குருதேவர்கள் பேசிக்கொள்வார்கள் இல்லையா? என்னுடைய குருதேவருடைய அனுகிரகம். இந்த குருதேவர் 2 பேரும் பேசிக்கொண்டு என்னுடைய சிஷியர் பிள்ளை அங்கே இருக்கிறார், நீங்கள் சென்று ஆங்கே என்று சொல்ல முடியும். அப்படி ஆங்கே என்று சொன்னால் அனுமதி, கடவுளிடம் இருந்து மனிதர்களுக்கு கிடைக்கக்கூடிய அனுமதியை தான் அப்படி சொல்கிறார். இப்போ கடவுள்கள் பேசி பரிமாற்றம் செய்து அவர்கள் இங்கே இவர்கள் மனதில் வந்து, பெரியவர்கள் மனதில் வந்து, இந்த பெரியவர்கள் என் இல்லம் தேடி வந்திருக்கிறார்கள். இந்த குருஜியினுடைய அனுகிரகம். இதை வேணா போய் பேசிட்டு இருக்கான், இவன் அப்படியே விட்டுறக்கூடாது, நம்ம பக்கம் கொஞ்சம் கூட்டிட்டு வாங்க அப்படின்னு சொல்லி கட்டளை, அவரை பற்றி பேச வேண்டும் என்று கட்டளை இருக்கிறார். அடுத்தபடியாக நான் இங்கே ஒரு வரியாக சனாதன தர்மத்தை பற்றி பேசினா அதுக்கே மணிக்கு ஒரு 2 மணி நேரம் பேச வேண்டியிருக்கும். அதனால சுருக்கமாக முடிந்துவிட்டு இப்போ குருதேவரை பற்றியும் நிறைய விஷயங்கள் நான் படித்து தெரிந்து ஆங்கிலத்தில் இருக்கக்கூடிய தமிழில் டிரான்ஸ்லேஷன் மொழிமாற்றம் செய்து எடுத்து வந்திருக்கு. இருந்தாலும் அதை சொன்னாலும் நேரம் பத்தாது என்கிற அடிப்படையில் குருதேவரை பற்றி பேசிக்கொண்டால் இன்னைக்கெல்லாம் பேசிக்கொண்டே இருக்கலாம், இடம் பத்தாது. இருந்தாலும் கூட அவர் ஒரு சில கருத்துக்களாக அவருடைய அவதார நோக்கத்தை சொல்லி நான் என்னுடைய உரை முடித்துவிட்டேன். ஸ்ரீ சுவானந்த குருதேவ் 28/4/1782 அவதாரம் செய்திருக்கிறார். அதாவது 1882 ஏப்ரல் 28ஆம் தேதி வெள்ளிக்கிழமை பூரம் நட்சத்திரத்தில் அவதாரம் செய்திருக்கிறார். மிகச் சிறப்பான ஒரு நட்சத்திரம் பூரம் நட்சத்திரம். அந்த நட்சத்திரம் அவர் பிறக்கும் பொழுதே நாராயணனாக என்று அவர் உருவம் செய்யப்பட்டு, என்னென்று கேட்டால் ஒரு சில பிறவிகள் மனித பிறவிகள், ஒரு சில பிறவிகள் தெய்வ பிறவிகளால் பிறக்கும் பொழுதே தெய்வ பிறவிகளாக பிறக்கக்கூடிய மகோன்னதமான வாய்ப்புகளை அந்த ஜீவனுடைய மெற்பிறவியில் அந்த ஜீவன் செய்த கர்ம பலன்களின் காரணமாக இந்த ஜீவன் அடுத்த பிறவியில் அவதார புருஷனாக, இறைவனுடைய அவதாரமாக இந்த குருதேவர் என்று சொல்லக்கூடியது. நான் என்னை கேட்டால் இறைவனுடைய அவதாரம் என்று தான் சொல்றேன். மனிதர்களை விட ஒரு படிமை, நம்மை விட ஒரு படிமை, இறைவனுக்கு சற்று கீழே, நமக்கு சற்று மேலே என்பதாக விஷயம். அப்படி இறைவனுடைய அவதாரமாக அவதரித்தாலும் கூட அந்த அவதாரத்தின் நோக்கம் என்னவோ அதைத்தான் அவர்கள் நிறைவேற்றுவார்களே தவிர நான் என்றைக்கும் அவதார புருஷன் என்று அவர்கள் சொல்லிக் கொண்டது. நாம் தான் அவரை உணர்ந்து அவர் வந்திருப்பது அவதார புருஷன் என்று உணர்ந்து நாம் ஆராதிக்க வேண்டுமே தவிர அவர் அவதார புருஷன் என்று ஒரு காலம் சொல்ல மாட்டார். இவரும் வாழ்க்கை முழுவதும் சொல்லிக் கொள்ளவில்லை, ஆனால் நடந்து காட்டியிருக்கிறார். அவர் அவதார புருஷன் என்று நடந்து காட்டியிருக்கிறார். அவருடைய வாழ்க்கை வரலாறு அதைத்தான் சொல்கிறது. 16/11/1888 முதல் 18/11/1888 வரை
திவ்ய தீப்தி தரிசனம் என்று சொல்லக்கூடிய நம்ம புத்தருக்கு போதி மரத்தில் ஞானம் கிடைத்தது. இவர் ஞானத்தை தேடி அலைந்திருக்கிறார். அதைத்தான் தீப்தி தரிசனம் என்று சொல்கிறார். ஞானத்தை எனக்கு கேட்டால் பிறப்பிலேயே ஞான குழந்தை இல்லையா, அவதார புருஷன். இங்கே இவர் நம் மக்களுக்கு, நமக்கு, பக்தர்களுக்கு நல்ல விஷயங்களை போதிப்பதற்காக அவதாரம் எடுத்திருக்கிறார். அதனால் முதலில் தான் ஞானத்தை தேடிக் பொழுது பகவானுடன் என்னை எப்படக்கூடாது. ஒரு எடுத்துக்காட்டுக்காக சொல்றேன். நான் இப்போ குருஜியை பத்தி பேசணும்னா பேசணும். இப்போ குருஜியை பத்தி எனக்கு தெரியாது, கத்துக்கணும் இல்லையா, கத்துக்கிட்டேன், வாங்கிட்டு கத்துக்கிட்டேன். அப்போ அதே போன்று மக்களுக்கு நல்ல கருத்துக்களை சொல்ல வேண்டும், பக்தர்களுக்கு நல்ல கருத்துக்களை சொல்ல வேண்டும். அப்போ தான் ஞானம் பெற வேண்டும். நான் என்ற விஷயத்தை அகற்றி தான் என்கின்ற விஷயத்திற்குள் இந்த ஞானத்தை பெற்றுக்கொண்டு உங்களுக்கு அந்த அருளை அள்ளி தர வேண்டும் என்பதற்காக அங்கே இந்த தீப்தி தரிசனம் என்கின்ற பெயரில் செல்கிறார். 1894 அவருடைய அம்மா பெற்ற அன்னை மரணம் அடைந்திருக்கிறார். ஒரு மனிதனுக்கு 2 இடத்தில் ஞானம் கிடைக்கும். நம்ம குருதேவர்களுக்கு 3 இடத்தில், நமக்கு 2 இடத்தில் ஞானம் கிடைக்கும். என்னவென்று கேட்டால் நம்முடைய தாயின் மரணத்தில் நமக்கு ஞானம் கிடைக்கும், நம்முடைய மனைவி மரணத்தில் நமக்கு ஞானம் கிடைக்கும். நமக்கு முன்னால் மனைவி சென்று சேர்ந்து விட்டால் நம்ம நட்டை படம் தான் இறந்ததற்கு சமம். அந்த வகையில் 2 அப்படி நடக்கக்கூடாது என்பதால் பெரும்பாலான கணவர்களின் வேண்டுகோளாக இருக்கும். ஆனால் மனைவியுடைய வேண்டுகோள் வேறு மாதிரி இருக்கும். நான் பூ பொட்டுமா போய் சேர்ந்தேன், பூ பொட்டுமா போய் சேர்ந்தேன், அப்ப நான் சின்ன நீ நினைக்கியா அப்படின்னு எழுதிட்டால் மனைவி நம்மில் பாதி. மனைவி இல்லை என்று சொன்னால் ஒரு முடங்கு காப்பி தரது ஆட்டிருக்காரு. நம்மளே அடுக்காளரை போய் 6 காப்பி எடுத்து குடிக்கணும், 6 இட்லி எடுத்து சாப்பிடணும், வேகாத கஞ்சியை குடிக்கணும். இது நமக்கு தேவையா? அதனால் அன்னை, முதலில் அன்னை, திருமணத்துக்கு முன்னால் அன்னையின் மரணத்தில் நமக்கு ஒரு ஞானம் கிடைக்கும். திருமணத்துக்கு பிற்பாடு மனைவி ஒருவேளை நமக்கு பிற்பாடுதான் மனைவி இருக்க வேண்டிய. எல்லோரும் 10க்கு 7 கணவர்களுக்கு அந்த இதுதான் இருக்கும், அதுதான் வேண்டும் என்று நான் விரும்புவேன். ஆனால் 3 பேருக்கு விதிவிலக்காக அப்படி அமைந்து விடுவது உண்டு. அப்படி அமையும் பொழுது அவர்கள் வாழ்க்கை மிகச்சரியான படத்தை பற்றி கொடுக்கும், ஞானம் கிடைக்கும். அதுக்கு தான் ஞானம் கிடைக்கும். அதன் அடிப்படையில் ஏற்கனவே ஞானியாக இருக்கக்கூடிய நம்முடைய குருதேவர் அன்னை இறந்த பிற்பாடு ஞானத்தை தேடி அலைகிறார். அன்னை இறந்த பிற்பாடு அவருக்கு ஒரு ஞானம் கிடைக்கிறது. 1896 1991 வரை அன்னை இறந்த பிற்பாடு, அதைத்தான் நான் ஏற்கனவே சொன்னேன், ஞானம் எங்கு கிடைத்தது. அன்னை இறந்த பிற்பாடு தன்னுடைய ஒட்டுமொத்த குடும்ப பாசத்தையும் திறக்கிறார். குடும்ப பாசத்தை தொடர்ந்து முழு சன்னியாசியாக மாறுகிறார். அதற்கு அடுத்தபடியாக 26/3/1998 குரு பிரசாத் குருதேவ் பிறக்கிறார். அதுக்கு அடுத்தபடியாக நம்முடைய ஆசிரமத்தை நிர்வகிக்கக்கூடிய சீடர்களாக ஒரு இன்னொரு விஷயங்களாக வருகிறது. 1901 முதல் 1910 வரை ஆசிரம பணிகளுக்கான முன்னோட்ட வேலைகளை செய்கிறார். 1910 முதல் 1913 வரை அவதூதர் என்று அழைக்கப்படக்கூடிய அந்த ஞான நிலையை எட்டுகிறார். ஒரே ஒரு விஷயம், அதற்கு அடுத்தபடியாக 16/1/1915 முதல் 7/11/1918 வரை தபஸ். அதாவது ஞானிகள் என்றுமே நமக்கு ஞானிகளாக உடனடியாக கிடைத்து விடுவதில்லை. நமக்கு இந்த ஞானிகள் நமக்கு ஞானிகளாக வருவதற்கு அவர்கள் இப்போ நீங்க பட்டுப்பூச்சி பார்த்துருப்பீங்க இல்லையா? பட்டுப்பூச்சி எவ்வளவு அழகா இருக்கிறது. அந்த பட்டுப்பூச்சி இவ்வளவு அழகான பட்டுப்பூச்சி அந்த பட்டுப்பூச்சியாக வெளிவருவதற்கு கூட்டுப்புழுவாக இருந்து தன்னை வருத்தி கொண்டு அந்த கூட்டை கிழித்து கொண்டு வெளியே வரும் பொழுதுதான் அந்த பட்டுப்பூச்சியின் ஒரு பட்டு போன்ற சிறைகள் வெளிவந்து பட்டுப்பூச்சியாக நமக்கு கண்களுக்கு அதுக்கு பேர் தான் ஞானம். அதே போன்று மகான்கள் தன்னுடைய இல்லற வாழ்க்கையை, ஏற்கனவே மனிதன் படைக்கப்பட்ட மனிதனின் இலக்கான காமம், குரோதம், மோகம் என்று அழைக்கக்கூடிய மும்மலங்களையும் துறந்து, அதுதான் அந்த மிகப்பெரிய வலி. அது மிகப்பெரிய வலி. அது அந்த வலியை உணர்ந்தவர்கள் மட்டும்தான் உணர முடியும். அப்ப இந்த பட்டுப்பூச்சியின் குழுவை அந்த கூட்டை கிழித்து கொண்டு பட்டுப்பூச்சி வழிவது ஒன்று தன்னுடைய மனித உடல் அப்படியே தான் இருக்கும், சரீரம் அப்படியே தான் இருக்கும். அந்த பட்டுப்பூச்சியினுடைய கூட்டை கிழித்து கொண்டு அந்த பட்டுப்பூச்சி வெளிவருவதை போன்று தன்னுடைய கூட்டில் இருந்து ஆன்மாவை கிழித்து கொண்டு வெளிவருவது குருதேவர் அங்கே வெளிவருவார். அந்த இடத்தில் தான் அதற்காக சொல்றேன். அதன் பிற்பாடு 1910
14 33வது வயதில் எழுச்சி அருகே அப்படி ஒரு ஊராக சென்று கொண்டிருக்கிறார். திருவனந்தபுரத்தில் இங்கே நாம் என்னென்னு கேட்டால் நாம் இங்கே எல்லையில் இருக்கிறோம் இல்லையா? கன்னியாகுமரி மாவட்டம் கேரளா எல்லையில் இருக்கிறோம். இரு மாவட்டங்களுக்கும் அவர் பல ஊர்களுக்கு செல்கிறார். நாகர்கோவிலில் ராமவர்மபுரத்திற்கும் வந்திருக்கிறார். குருதேவர் வந்திருக்கிறார். மிகப்பெரிய பாக்கியம் நம்முடைய நாகர்கோவில். நான் அந்த ராமவர்மத்துக்கு கிட்டத்தட்ட ஒரு ராமவர்மபுரத்துக்கும் எனக்கும் ஒரு 5 கிலோமீட்டர் தான். 5 கிலோமீட்டருக்கு அருகாமையில் வரைக்கும் குருதேவர் வந்திருக்கிறார் என்பது மிகப்பெரிய பெருமை. அவர் நாராயணகுரு காலத்தில் வாழ்ந்திருந்தாலும் கூட என்றும் அதை நான் பெருமையாக கருதுகிறேன். 1918 கேரளாவில் ஆலப்பி மாவேலிக்கரை என்ற இடத்தில் செல்வோர் இங்கே ஆசிரமத்தை அமைக்கிறார். 1918 ஆரம்பித்து பல இடங்களில் கிளைகளை பரப்பி மிகவும் சிறப்பாக இன்று இங்கே நம்முடைய இந்த ஆம்பாடி சக்கரபாணி இதில் ஒரு ஆசிரமம் சிறப்பாக நடைபெற்றுக் கொண்டிருக்கிறது. அதை பெரியோர்கள் எல்லாம் மிக சிறப்பாக நிர்வாகம் செய்து கொண்டிருக்கிறார்கள். இன்றைக்கு ஆண்டு விழா நடைபெற்றுக் கொண்டிருக்கிறது என்று சொன்னால் அதற்கு பிள்ளையார் சொல்லி போட்டது, அதற்கு முதல் கல் எடுத்து வைத்தது நம்முடைய குருதேவர் சுபானந்த குருஜி. அதுக்கடுத்தபடியாக 1919 ஆசிரமத்தை அமைத்தால் மட்டும் போதாது, நம்முடைய மக்களுக்கு நல்ல கருத்துக்களை சொல்ல வேண்டும், மக்களை ஒரு நல்வழிப்படுத்த வேண்டும் என்று 1919 ஆத்ம போதாதய சங்கத்தை உருவாக்குகிறார். ஆத்ம போதாதய சங்கத்தை உருவாக்கி ஒரே மதம் ஒரே ஜாதி என்கின்ற பொது கொள்கையை வகுத்து அதன் அடிப்படையில் செயல்படுகிறார். யாரும் பிறப்பால் யாரும் உயர்ந்தவர் தாழ்ந்தவர் கிடையாது, இறைவன் முன் அனைவரும் சமம் என்ற கொள்கையை பிரகடனப்படுத்தி ஆலயத்தை நிறுவுகிறார். அதற்காக நிறைய போராட்டங்கள் நாராயண குருவிடம் சென்று போராடுகிறார். திருவனந்தபுரம் ஸ்ரீமூலம் சித்திரை திருநாள் மகாராஜாவிடம் சென்று போராடுகிறார். நிறைய போராட்டங்கள், அவர் நிறைய வாழ்க்கையில் நிறைய அவமானங்கள். குருஜி என்று புரிந்து கொள்ளாமல் நிறைய பேர் அவரை அவமானப்படுத்தினார். அந்த அவமானங்களை எல்லாம் அவர் பொருட்படுத்தாமல் மக்களுக்காக வாழ்ந்த மகான். நம்ம இன்றைக்கு எல்லோரும் சரிசமாக இருக்கிறோம், பேசுகிறோம், பழகுகிறோம், வாழ்கிறோம் என்று சொன்னால் அந்த மகான் செய்த தியாகத்தின் அடிப்படை தான் இங்கே நாம் இங்கே வாழ்ந்து கொண்டிருக்கிறோம். இந்த சமுதாயத்தில் நல்ல மரியாதையாக வாழ்ந்து கொண்டிருக்கிறோம் என்று சொல்வதற்காக சொல்லுவோம். அதுக்கடுத்தபடியாக அவருடைய வழித்தோன்றல்களாக 17/7/1924 ஆனந்தாஜி குருதேவ் நிறைய பேர் இன்றைக்கு அவருடைய சீடர் வழிவழியாக நிறைய பேர் நமக்கு அருளாசி பண்ணுவதற்காக ஒரு இடத்தில் இருக்கிறார்கள் என்று சொன்னால் அவருடைய காலகட்டத்திலேயே தனக்கு பிற்பாடு ஒரு விஷயம் என்று சொன்னால் ஒரு இயக்கத்தை நான் ஆரம்பிக்கிறேன் என்று வைத்துக் கொள்ளும். நான் மட்டுமே புகழ் பெற வேண்டும், நான் என்னை மட்டுமே எல்லோரும் பாராட்ட வேண்டும் என்று சொன்னால் நான் அடுத்த வாரிசை கைகாட்டி செல்ல மாட்டேன். நான் எனக்கு பிற்பாடு அது அந்த சிந்தனை ஆகிட்டேன். ஆனால் மகான்கள் அப்படி அல்ல. காலம் காலமாக இந்த ஆசிரமம் நடைபெற வேண்டும், ஆத்ம போதாதய சங்கம் தொடர்ந்து நடைபெற வேண்டும், சத்சங்கங்கள் நடைபெற வேண்டும், நல்ல கருத்துக்கள் மக்களை சென்றடைய வேண்டும் என்பதற்காக தான் இருக்கும் பொழுதே தன்னுடைய சீடர் இன்னார்தான் என்று குறிப்பிட்டு காட்டி விடுவார். அதன் அடிப்படையில் சீடர் காட்டப்பட்டிருக்கிறார். இன்று வரை அந்த மரபு தொடர்ந்து கொண்டிருக்கிறது. 1918 1926 பீடானுபவ காலம் கேட்டா இந்த ஆசிரமம் ஆத்ம போதயாதய சங்கம் என்கிறது ஒரு பீடம் என்று வந்துவிட்டது. ஒரு குருஜி என்று வந்துவிட்டார். ஆசிரமம் என்று நிறுவப்பட்டு விட்டது. அதற்கு கொள்கைகள் என்று வகுக்கப்பட்டு விட்டது. அதற்கு பீடம் என்கிற அந்தஸ்து கிடைத்துவிட்டது. அப்ப இந்த காலகட்டம் பீடானுபவ காலம் என்று அழைக்கப்படுகிறது. அதற்கு அடுத்தபடியாக 1926 அதை நான் ஏற்கனவே சொல்லிட்டேன். ஸ்ரீ நாராயண குருவை சந்தித்து நாராயண குரு ஏற்கனவே ஒரு நோக்கத்துக்காக போராடி கொண்டிருக்கிறார். அதற்கு தன்னுடைய ஆதரவை தெரிவிக்கிறார். இருவரும் போராடுகிறார். அவர் ஒரு நோக்கத்துக்கு ஒரே நோக்கம். அவர் ஒரு வழியாக போராடுகிறார், இவர் ஒரு வழியாக போராடுகிறார். 2 பேர் ஒன்றாக சந்திக்கிறார்கள். போராட்டத்தினுடைய கலந்து போராடுகிறார். அதற்கு அடுத்தபடியாக 1/2/1926 முதல் 15/12/1926 வரை இந்த அவருடைய சுற்றுப்பயணங்கள், ஆன்மீக சுற்றுப்பயணங்கள் தேசமாக, மாவட்டம் மாவட்டமாக, மாநிலம் மாநிலமாக சென்று கொண்டிருக்கிறது. 16/12/1926 சிவகிரிக்கு சுற்றுப்பயணமாக சிவகிரிக்கு செல்கிறார். அங்கே தன்னுடைய கிளைகளை செல்லும் இடங்களெல்லாம் கிளைகளை பரப்புகிறார். அவர் இருக்கும்பொழுது ஆசிரமம் அமையப்பெறுகிறது அல்லது கிளை அமைக்கப்படுகிறது.
இந்த நல்ல காரியங்களுக்காக ஸ்ரீ நாராயண குருதேவர் வந்து அவருக்கு ஒரு கடிதம் வருகிறது. இருவரும் சந்திக்கிறார்கள், மீண்டும் பிரிகிறார்கள். அவருடைய வேலை அங்கே நடக்கிறது, இவருடைய வேலை அங்கே நடக்கிறது. இப்ப நாராயண குருதேவ் வந்து அவர் கடிதம் அனுப்புகிறார். நீங்கள் செய்யக்கூடிய பணி மகத்தான பணி, இந்த பணியை விட்டுவிடாமல் தொடருங்கள் என்று நாராயண குருதேவ் கடிதம் அனுப்புகிறார். இப்போ இது இப்படியே சென்று கொண்டிருக்கிறது சிவகிரி யாத்திரை. அதற்கு பிற்பாடு நாராயண ஜெயந்தி என்று ஒரு விஷயம் நடைபெறுகிறது. அதற்கு சிவகிரியில் வைத்தும் திருச்சூரில் வைத்தும் நாராயண குருவை மீண்டும் சந்திக்கிறார். இப்படியாக அவருடைய வாழ்க்கை சென்று கொண்டிருக்கிறது. 14/2/1930 மாதா மகா சம்மேளனம் என்ற ஒரு நடக்கிறது. இந்த பக்தர்களுக்கு நல்ல விஷயங்களை சொல்ல வேண்டும் என்பதற்காக மாவட்டமாக மாநிலமாக இன்று நாடு கடந்தும் நம்முடைய சங்கம் இருக்கிறது என்பதாக நான் கேள்விப்பட்டேன். நாடு கடந்தும் நம்முடைய சங்கம் இருக்கிறது. மிகவும் சிறப்பான விஷயம், மகிழ்ச்சியான விஷயம். 6/5/1932 ஆத்ம போதாலய சங்கம் 144 1107 சங்கத்தினுடைய பதிவு செய்யப்பட்டிருக்கிறது. அதனுடைய தொடர்ச்சியாக 17/4/1933 நெசப் பள்ளி ஆரம்பிக்கிறார். அதாவது மக்களுக்கு ஆன்மீகத்தை போதிக்க வேண்டும், அதே நேரத்தில் கைத்தொழிலை போதிக்க வேண்டும். இப்போ ஒரு சின்ன எடுத்துக்காட்டு, நம்ம ஒரு இடத்துல வேலைக்கு போகணும்னு வைங்களேன். வேலைக்கு போனா ஒரு முதலாளியின் கீழ் நாம் இருப்போம். முதலாளி சொல்வதுதான் கணக்கு. நம்முடைய இஷ்டத்திற்கு நாம் செய்ய முடியாது, எதையும் செய்ய முடியாது, ஆலய வழிபாட்டை மேற்கொள்ள முடியாது, குருதேவர் குரு பூஜையை வழிபட முடியாது. அதற்காக ஒரு சுய தொழிலை கற்றுக்கொள்ள வேண்டும். நாம் சுயமாக இருக்க வேண்டும். அனைவரும் முதலாளியாக மாற வேண்டும், தொழிலாளியாக அல்லாமல் முதலாளியாக மாற வேண்டும் என்ற அடிப்படை அவருடைய அனைத்து விஷயங்களும் ஒரு ஸ்டெப் அப்படி சொல்லக்கூடிய அவர் எடுத்து வைக்கக்கூடிய ஒரு அடியும் நம்முடைய முன்னேற்றத்துக்காக சிந்தித்தார், செயல்பட்டார், நடந்து கொண்டார் என்பதற்காக. அதற்கு அடுத்தபடியாக செந்தளர் என்று அழைக்கக்கூடிய இடத்துக்கு ஒரு இடத்திலும் ஒரு பெரியவர்களிடம் அவர் அந்த யாத்திரைகள் போய்கொண்டிருக்கிறது. நாராயண குருவுடைய யாத்திரை இங்கே நீலகண்ட பிள்ளை என்று அழைக்கப்படக்கூடிய ஒரு பெரியவருடைய யாத்திரையை செய்திருக்கிறார். 19/1934 மகாத்மா காந்தியை சந்தித்திருக்கிறார். மகாத்மா காந்தியை சந்தித்து இந்த ஏன்னு கேட்டால் மகாத்மா காந்தியும் இந்த தீண்டாமை இருக்கக்கூடாது என்று பாடுபட்டவர், இந்தியா முழுமைக்கு பாடுபட்டவர். ஒத்த கருத்துடைய நபர்கள் சந்திப்பது பெரிய விஷயம் இல்லை. அதன் அடிப்படையில் സന്നിധി ശാഖാശ്രമത്തിന്റെ ആദ്യകാല പ്രവർത്തകനാണ് തെക്കൻ മേഖലകളിലുള്ള. അദ്ദേഹത്തെ ജ്യോതിർമയാനന്ദ സ്വാമികൾ ഷാൾ അണിയിച്ച് ആദരിക്കുന്നു. അതുപോലെ ആത്മബോധോദയ സംഘത്തിലെ ആദ്യകാല പ്രവർത്തകനാണ് നമ്മുടെ സുധാകരൻ ഭക്തൻ നാഗർകോവിൽ. അദ്ദേഹത്തെ ഈ വേദിയിൽ വെച്ച് ഷാൾ അണിയിച്ച് ആദരിക്കുന്നു. അടുത്ത് വെള്ളാങ്കോട് നല്ലതമ്പി സാർ. അടുത്ത കുമാരവേൽ ഭട്ടൻ. കുമാരവേൽ ഭട്ടൻ വിജയൻ ഭക്തൻ ശൂരവക്കാട്. ഇത്തരത്തിലുള്ള ഒരു സംരംഭം ഒരുക്കിയ ശാഖാപ്രവർത്തകർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്തത് ജ്യോതിർമയാനന്ദ സ്വാമികളെ 2 വാക്കുകൾക്ക് വേണ്ടി ക്ഷണിക്കുന്നു.
ഗുരുവരതിനായി ഞങ്ങൾ കഴലിട പണിയുന്നേ ഗുരുവരനെ ഗുരുവരനുടെ കൃപ വരുവതിനായി ഞങ്ങൾ കഴലിട പണിയുന്നേ ഗുരുവരനെ അഖിലാത്മനാഥനാകും പരമാത്മാവാകും ഗുരു അഖിലാത്മനാഥനാകും പരമാത്മാവാകും ഗുരു അകലാലിലനുദിനം വസിച്ചിടണേ അകലാലിലനുദിനം വസിച്ചിടണേ. സർവലോക സൃഷ്ടിതാവും കരുണാവാഹിനിയുമാകുന്ന ഭഗവാന്റെ തൃപ്പാദം മനസ്സാമർപ്പിച്ചു. ഇവിടെ വരിഷ്ഠരായിരിക്കുന്ന ബഹുമാന്യരായ സന്യാസി ശ്രേഷ്ഠരെയും അതുപോലെ ഭക്തമിത്രങ്ങളെയും എല്ലാം വന്ദിച്ചോടും. ഇവിടെ വൈകിയ വേളയിൽ പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും വിശപ്പൊക്കെ ആയ ഒരു സമയത്ത് ആധ്യാത്മിക പ്രഭാഷണം നടത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. എങ്കിലും നമ്മളുടെ ഗുരുനാഥൻ അവിടുത്തെ തിരുശബ്ദം അനുസരിച്ച് ഈ ഉള്ളവരെയും അതുപോലെ നമ്മളെ എല്ലാവരെയും ഇവിടേക്ക് കൽപ്പിച്ചയക്കുകയും ഇത് സമയം വരെയും ഇവിടുത്തെ ഈ വാർഷിക മഹാമകം എല്ലാ അർത്ഥത്തിലും വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുരുനാഥനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു അനുഭവ സാക്ഷി പോലെ പറയാൻ ഇരിക്കുവാൻ നമുക്ക് നിർവാഹമില്ല. അപ്പൊ ആ അവസ്ഥയിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഭഗവാനെ സാക്ഷാത്കരിക്കൊണ്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഉപേക്ഷിതരായിരിക്കുന്ന നമ്മുടെ ഗീതാനന്ദ സ്വാമിജിയും അതുപോലെ സ്വാഗതം പറഞ്ഞ സുരേന്ദ്രൻ ഭക്തൻ, അതുപോലെ നമുക്ക് ഇപ്പോൾ ദീർഘമായ ഭഗവാനെ സംബന്ധിച്ച് എനിക്ക് തമിഴ് അറിയത്തില്ല എങ്കിലും തമിഴ് അറിയാവുന്നവർക്കൊക്കെ വളരെ ആസ്വദിക്കാൻ പറ്റിയ ബഹുമാന്യനായ ലക്ഷ്മണ സോമസുന്ദരം നായിജിവീര സാറിനെയും അതുപോലെ നിയുക്താനന്ദൻ സ്വാമിജി, ബിന്ദുകുമാർ ഭക്തൻ, അതുപോലെ സന്യാസിനി കൃഷ്ണാനന്ദിനി അമ്മ, സന്യാസിനി ലക്ഷ്മി അമ്മ, ഇവരെ എല്ലാവരെയും ഭഗവത് നാമത്തിൽ വന്ദിച്ചുകൊണ്ട് ഒരു വാക്ക് പറയുവാനായിട്ട് ഞാൻ ഭഗവാനോട് അതിനുള്ള വാക്കുകളെ തന്നെ അനുഗ്രഹിക്കുവാൻ ഭഗവാനോട് അഭയമിരുന്നുകൊണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മുടെ സെക്രട്ടറി സ്വാമിജി പറഞ്ഞതുപോലെ ഭഗവാന്റെ ആ കാരുണ്യത്തിൽ കൂടി വളർന്നു വന്ന ഒരാൾ എന്ന രീതിയിൽ ഇപ്പൊ ഈ കാവ്യവസ്ത്രധാരിയായി ഇവിടെ നിൽക്കുന്നതും ഭഗവാന്റെ ആ ഒരു കരുണ മാത്രമാണ്. അപ്പൊ അത് എൻ്റെ ഒരു കഴിവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനുവേണ്ടിയുള്ള പ്രത്യേകിച്ച് ജന്മവാസനയോ അല്ലെങ്കിൽ ഒരു ജന്മാന്തരമോ ഉള്ള ഒരു ആളല്ല. അങ്ങനെ വളർന്നു വന്ന് പല രീതിയിൽ ഉള്ളതായ കാര്യങ്ങൾ ഭഗവാനോട് ആശ്രയിച്ചുകൊണ്ട് ജീവിച്ച കാരണത്താൽ ആ ആശ്രയസ്ഥാനങ്ങളിലൊക്കെയും ഭഗവാൻ കൈവിടാതെ സൂക്ഷിക്കുകയും ഭഗവാന്റെ കരുണയിൽ കൂടി പല ജോലികൾ നിർവഹിച്ചു, സർക്കാരിനെ സേവിച്ചു. അങ്ങനെ സർക്കാരിനെ നമ്മൾ പറയുന്നത് സ്തുത്യർഹമായ രീതിയിൽ സേവിക്കുകയും 30-31 വർഷത്തോളം നിരന്തരമായ സേവനം അനുഷ്ഠിച്ചതിന് ശേഷം വിരമിച്ച് കഴിഞ്ഞ് പിന്നീട് ഒരു 3.5 വർഷവും പിന്നെ അതിനുശേഷം പിന്നെയും കുറച്ച് നാൾ കൂടി സർക്കാരിനെ സേവിച്ചു വരികയാണ്. ആ സമയത്ത് അതേസമയം തന്നെ ആ സമയത്തൊക്കെ നമ്മളുടെ മണ്ണാമൂലയിലെ ശുഭാനന്ദ ജ്യോതി ആശ്രമത്തിന്റെ സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ നിയുക്താനന്ദ സ്വാമിയും ഒത്ത് ഞങ്ങളൊരു 8-9 വർഷക്കാലത്തോളം ആശ്രമത്തിന്റെ കാര്യങ്ങൾ രണ്ടുപേരും കൂടെ ഒരേ മനസ്സോടുകൂടി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു രംഗമായി വളരെ സന്തോഷകരമായ ഒരു ജീവിതാനുഭവമായിരുന്നു സത്യം പറഞ്ഞാൽ ആ സമയവും. അത് ഭഗവാന്റെ കരുണയിൽ കൂടി പല കാര്യങ്ങളും അവിടെ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഭഗവാൻ തന്നെയാണ് ചെയ്തത്. പക്ഷെ ഭഗവാൻ അത് ഞങ്ങളെ രണ്ടുപേരെയും അതിനുവേണ്ടി ആയുധങ്ങളാക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ സന്യാസി ലക്ഷ്മിയമ്മയും ഒക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായി. അങ്ങനെ അവിടെ ആശ്രമത്തിന്റെ മുമ്പിലൊരു എല്ലാവർക്കും സന്തോഷകരമായ ആരും കണ്ടാലും സന്തോഷിക്കുന്ന ഒരു ഗോപുരം, ഒരു ചെറിയ ഒരു ഗോപുരം അവിടെ നിർമ്മിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ടാണ് ഭഗവാൻ അത് നിർവഹിപ്പിച്ചത്. അങ്ങനെ പല കാര്യങ്ങളും ആ മണ്ണാമൂല ജ്യോതി ആശ്രമത്തിലെ കാര്യങ്ങൾ വേണ്ടി ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഭഗവാന്റെ കരുണയിൽ മാത്രമേ പറയാൻ സാധിക്കൂ. ഈ അടുത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചാൽ എങ്ങനെ ഒരു കാവ്യവസ്ത്രധാരിയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കും. കാരണം ഞാൻ എൻ്റെ സഹധർമ്മിണിയോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചിറ്റപ്പൻ ഗുരുവരാജ സ്വാമി എന്ന് പറയുന്ന സ്വാമി സമാധിയായി മരിച്ചുപോയി.
നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ പലരെയും സത്യം കേൾപ്പിച്ചിട്ടുള്ള ഒരു സ്വാമിയാണ്. ഈ അടുത്ത കാലങ്ങളിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു 20 വർഷക്കാലങ്ങളോളം നമ്മുടെ ആദർശത്തിലേക്ക് ആൾക്കാരെ സത്യം കേൾപ്പിച്ച് ചേർക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അതായത് സത്യത്തിന് വഴി കേൾക്കുക, ആ സത്യം ലംഘിച്ച് നമുക്ക് ജീവിക്കുവാൻ സാധിക്കില്ല ഒരാൾക്കും. അപ്പൊ ആ സത്യം കേൾപ്പിക്കുന്ന ആ ചുമതലയും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെയുള്ള ആ ഗുരുവിജാന സ്വാമിയുടെ ചിറ്റപ്പനായിരുന്നു. അപ്പൊ അങ്ങനെ അതുപോലെ ആധ്യാത്മികമായ ഒരു ബേസുള്ള ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ. എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ഒക്കെ വലിയ ഭക്തരായിരുന്നു. അച്ഛനേക്കാളും ഭക്തയായിരുന്നു എൻ്റെ അമ്മ. അപ്പൊ അങ്ങനെ ജീവിച്ചു വന്ന ആ ഒരു സാഹചര്യത്തിൽ ആ തലമുറയിൽപ്പെട്ടു വന്നതുകൊണ്ട് ഭഗവാനെ ചെറുതിലെ തന്നെ മനസ്സിലാക്കുവാനും ഭഗവാന്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുവാനും ജോലി അതിൽ പഠിച്ചു, നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം ജോലിക്കാരനായി ആ ജോലിയൊക്കെ സുദീർഘമായ രീതിയിൽ അല്ലെങ്കിൽ സത്യം പാലിച്ചുകൊണ്ടല്ലേ ഒരു രീതിയിലുള്ള ഒരു കളങ്കങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അല്ലെങ്കിൽ ആർക്കും അതുപോലെ തന്നെ ദുർബോധനങ്ങൾക്കൊന്നും വഴങ്ങുന്ന ഒരു രീതിയില്ലാതെ ആ സർക്കാരിനെ സേവിച്ചുകൊണ്ട് അങ്ങനെ കടന്നു വരുന്നതിനായിട്ട് ശ്രമിച്ചു. പിന്നീട് വന്ന് ഈ ഭഗവാൻ തന്നെയാണ് ഒരു ദിവസം മണ്ണാമല യുവതിയാശ്രമത്തിൽ സദാശിവ ഗുരുദേവൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു സാധാരണ ഭക്തനായിട്ട് നിന്നാൻ പറ്റത്തില്ല, ഇവിടുത്തെ ചുമതലകളൊക്കെ വഹിക്കണമെന്ന് പറഞ്ഞ ചുമതലക്കാരനാക്കി. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് 2013 തോന്നുന്നത്, 2013 കഴിഞ്ഞിട്ട് അവിടുത്തെ സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയും പിന്നീട് ഈ കാവ്യ ധരിക്കുവാനായിട്ട് ആ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കാവ്യ ധരിക്കുവാൻ സാധിച്ചു. ഈ ഡിസംബർ 2025 ഒരു ചടങ്ങിൽ വെച്ചാണ് ഞങ്ങൾ 9 പേരെ ഒന്നിച്ച് എന്നെ ബഹുമാനായ ഗീതാസ്വാമിയെ ഒന്നിച്ചാണ് കാവ്യ ഭഗവാൻ അത് തന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു, ഇതിനെനിക്ക് ശരിക്കും അർഹത ഉണ്ടോ എന്ന് ഞാൻ എൻ്റെ മനസാക്ഷിയോട് ചോദിച്ചപ്പോൾ ആ അർഹത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്, അല്ലെ ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ തീരുമാനത്തിൽ കൂടി ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതിനെപ്പറ്റി തന്നെ ഇപ്പൊ ഞാൻ ആദ്യം പറയുന്നില്ല, കാരണം നമ്മൾ വിശപ്പുള്ള സമയമായിട്ട് ആദ്യം പറയുന്നില്ല. എൻ്റെ ചില ഒരു 1-2 അനുഭവങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ആ അനുഭവം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളുടെ കാർത്തികമായതിന്റെ മക്കനാളിൽ വെച്ച് എന്നെ അനുഭവസാക്ഷി പറയാൻ വേണ്ടി ഗുരുനാഥൻ വിളിച്ചപ്പോഴും ഞാനവിടെ ആത്മീയമൊന്നും പറഞ്ഞു. എൻ്റെ അനുഭവങ്ങളാണ് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഒരുപാട് പല രീതിയിലുള്ള ദുഃഖങ്ങൾ. അതൊന്നും എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ദുഷ്കർമ്മം ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. പലതും ഒരു പക്ഷേ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ വിവാഹത്തിന് ശേഷമൊക്കെ വന്നിട്ടുണ്ട്. അന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഗുരുനാഥൻ്റെ തിരുവൽപ്പനകൾ തെറ്റിച്ചൊരിക്കലും ഞാൻ ജീവിച്ചിട്ടില്ല. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ തിരുവനന്തപുരത്തു നിന്നും എന്നെ വിളിച്ചു. അവിടെ അന്ന് മകൾ അവിടെ നമ്മുടെ ചെറുവാല ആശ്രമത്തിൽ അവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വിവാഹാലോചന വന്നു. എന്നോട് പറഞ്ഞ 6 മാസത്തിനുള്ളിൽ അരമണിക്കൂറിനുള്ളിൽ വേണോ വേണ്ടോ. നമുക്കറിയാമല്ലോ, നമ്മൾ ഒരേ ഒരു മകളാണ്. ആ അരമണിക്കൂറിനുള്ളിൽ ആ വിവാഹം വേണോ വേണ്ടോ എന്ന് പറയണം. ഞാൻ ഇപ്പോൾ ഗുരുനാഥന്റെ കൽപ്പന ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ഭഗവാൻ കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിയിൽ അതിനകത്ത് യാതൊരു മടിയുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ ഞാൻ കല്യാണം തീരുമാനിച്ചു. കല്യാണം തീരുമാനിച്ച കല്യാണം നടന്നു. പക്ഷെ ആ കല്യാണം എൻ്റെ മകൾ 1 വർഷം കഴിഞ്ഞു. അങ്ങനെ പിന്നീട് 2014 പിന്നതിന് ശേഷം ആ പുറലോകവുമായി ബന്ധമില്ലാതെ ഒരു 7-8 വർഷക്കാലത്തോളം 7 വർഷത്തിലധികമായി 8 വർഷമായിട്ട് മകൾ അങ്ങനെ കടന്നിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ വൈഫും ആശ്രമത്തിൽ വരികയോ പ്രാർത്ഥനയ്ക്ക് വരികയോ സന്നിധാനം പോകുകയൊന്നും ചെയ്യില്ല. പക്ഷെ വീട്ടിലിരുന്നു കൊണ്ട് എൻ്റെ വൈഫ് രാവിലെ ഉച്ചയ്ക്കുമായിട്ട് എല്ലാം പ്രാർത്ഥിക്കുകയും ഉപദേശം ധ്യാനിക്കുകയെല്ലാം ചെയ്തുകൊണ്ട് മകൾ അതും അങ്ങനെ ഒരു റെഗുലറായിട്ടൊന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ ദിവസം എൻ്റെ മകൾ അവിടെ അനുഭവസാക്ഷി ഭഗവാന്റെ മുന്നിൽ പറഞ്ഞു. ഞാൻ അതിലേക്ക് വരികയാണ്, അതിലേക്ക് ആ രംഗത്തേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെ കഴിഞ്ഞു വരുവായിരുന്നു. അങ്ങനെ വന്ന സമയത്താണ് ഈ അടുത്ത സമയത്ത് എനിക്ക് ഈ കാവ്യ തരുന്നതിന് ഒരു മാസം മുൻപ് ഞാൻ എൻ്റെ വൈഫും മകളും കൂടെ പറഞ്ഞു, നാളെ ഒരു സ്ഥലം വരെ പോകണം. അപ്പം അവർ രണ്ടുപേരും കൂടെ പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ കൂടെ വരും, ഞങ്ങൾ നാളെ ഒരു സ്ഥലത്ത് പോകും. ഞാൻ തനിച്ച് നമ്മുടെ അളിയൻ, അതായത് വൈഫിൻ്റെ സഹോദരന് സുഖമില്ലാതിരിക്കുക. അപ്പം അതുകൊണ്ട് കായംകുളം എന്ന സ്ഥലത്ത് പോകുവാനായിരിക്കുമെന്ന് വിചാരിച്ചു. ഞാൻ ചോദിക്കാൻ പോയില്ല. അപ്പം രാവിലെ പോകാനായിട്ട് തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ആ സന്നിധാനത്തിലോട്ടാണ് പോകുന്നത്, ആശ്രമത്തിലോട്ട് ഭഗവാനെ അമ്പൂറ്റിയെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി അവിടെ ചെന്നു. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഭഗവാനെ ഇവരെ കണ്ടിട്ട് അന്തം വെച്ച് ഇങ്ങനെ ഭഗവാൻ ഇപ്പം സാധാരണ നമ്മുടെ ഭക്തനെ സ്വീകരിക്കുന്നത് മുമ്പ് ആനന്ദജി ഗുരുദേവൻ
ഇരുന്ന ആ പഴയ ഓഫീസ് റൂമിന്റെ മുന്നിൽ ഇരുന്നാണ് സ്വീകരിക്കുന്നത്. അപ്പൊ അവിടെ അപ്പറ്റി ഇരിപ്പുണ്ട്. അപ്പൊ അന്നേരം ഞാനിന്ന് ഞങ്ങൾ 3 പേര് എടുത്തപ്പോൾ അപ്പറ്റി ഇവരെ കണ്ടുകൊണ്ട് എഴുന്നേറ്റ് അവിടെ നിന്നു. ഇന്ന് ചിരിച്ചോണ്ട് അവിടെ നിന്നു. എന്നിട്ട് ഇവരോട് നമ്മുടെ വൈഫിനോട്, നമ്മുടെ സഹധർമ്മിണിയോട് ചോദിച്ചു, ലതമത്തെ ഇതുവരെ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ വൈഫ് പറഞ്ഞ മറുപടി ഇങ്ങനെ, ഭഗവാനെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ആ സമയമായപ്പോൾ വന്നു എന്നേ ഉള്ളൂ എന്ന്. അപ്പൊ ഇവരെ രണ്ടുപേരും കൂടി എന്നോട് പറയാതെ നേരത്തെ തന്നെ കുറച്ച് ചെടിച്ചട്ടിയും ഭഗവാൻ ഉണ്ടാക്കി ചെടികളും പിന്നെ മാവേലിക്കരയിൽ വന്ന് കുറച്ച് പുഷ്പങ്ങളും കുറെ ഏറ്റവും വിലയുള്ള റോസ് പുഷ്പങ്ങളും ഒക്കെ വാങ്ങിച്ചു ഇങ്ങനെ ബൊക്കെയൊക്കെ ഉണ്ടാക്കി ഭഗവാന്റെ കൈ കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ എന്നിട്ട് അമ്പോറ്റിയോട് കുറച്ചു നേരം ഈ മകളും കുറെ സംസാരിച്ചു. നേരം സെക്രട്ടറി തന്നെ അവിടെ ഇല്ല സമയത്ത്. അവര് കുറെ കാര്യം അവർ പറഞ്ഞ കുറെ ആധ്യാത്മികമായ കാര്യങ്ങളാണ്. മകളോട് ചോദിച്ചു, ഈ വിവാഹം വേണ്ടയോ, അല്ലെ ജോലിക്ക് പോയില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസറായിട്ട് ഇരുന്ന ആളാണ്. ജോലി വേണ്ടെന്ന് വെച്ചിട്ടാണ് കല്യാണം ഒക്കെ നടത്തിപ്പോയത്. അങ്ങനെ ജോലി ഇനി വേണ്ടയോ അപ്പം ഭഗവാനോട് പറഞ്ഞു, ഇനി അടിയന് ജോലി വേണ്ട, 4 ജോലി ചെയ്തതാണ്, അതെല്ലാം ഇനി മതിയായി. വിവാഹത്തിനൊക്കെ ചോദിച്ചപ്പോൾ വിവാഹവും വേണ്ട, അതിന് താല്പര്യം. അപ്പൊ ഭഗവാൻ ചോദിച്ചു, പിന്നെ എന്താണ് താല്പര്യം? അപ്പൊ പറഞ്ഞു, ഈ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കാനാണ് താല്പര്യം, ചെറുവാശ്രമത്തിൽ നിൽക്കുന്ന താല്പര്യമാണ്. അപ്പൊ അന്നേരം പറഞ്ഞു, അത് പറ്റുകയല്ല, അമ്മ തനിയല്ല ഉള്ളൂ അവിടെ, അതുകൊണ്ട് അവിടെ തിരുവനന്തപുരത്ത് നിന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഇവർ രണ്ടുപേരോട് പറഞ്ഞു, പോകാമെന്ന് പറഞ്ഞു, ഇനി എന്നും വരണം, ഇടക്കിടക്ക് എല്ലാ ഞായറാഴ്ചകളിലും വരണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം ഒരു 2-3 ഞായറാഴ്ച അടുപ്പിച്ചടുപ്പിച്ച് സന്നിധാനത്തിൽ പോവുകയുണ്ട്. അപ്പൊ ആ സമയത്താണ് പെട്ടെന്ന് ഭഗവാൻ തിരുമേനി നമ്മുടെ തിരുവനന്തപുരം ജ്യോതി ആശ്രമത്തിന്റെ വാർഷികം കഴിഞ്ഞ് ഞാനും നിയുക്താനന്ദ സ്വാമിയും സന്യാസിനും ഞങ്ങളെല്ലാവരും കൂടി അവിടെ വാർഷികം കഴിഞ്ഞ് നമ്മൾ പോകുമല്ലോ, അടുത്ത ദിവസം അവിടെ ചെന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ രണ്ടുപേരും രഹസ്യമായിട്ട് ഭഗവാന്റെ ശയനമുറിയിൽ വിളിച്ചിട്ട് ചോദിച്ചു, നിയുക്താനന്ദ സ്വാമി ഓൾറെഡി 1 വർഷം ആയിട്ട് സന്യാസിയാകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ അതിന് തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ്. അതുപോലെ എന്നോട് ചോദിച്ചു, അപ്പോൾ പണ്ടാണെങ്കിൽ എന്നെ വിളിക്കുന്നത് അതായത് സ്വാമി ആകുന്നതിന് അധ്യക്ഷൻ സെക്രട്ടറി സ്വാമി അനുവദിച്ച് 5 മിനിറ്റ്, അടുത്തിരുന്ന കൃഷ്ണാനന്ദ അമ്മ അനുവദിച്ച് 2 മിനിറ്റ്. അപ്പൊ ഇതിനകത്ത് അടിയൻ എന്താണ് പറയേണ്ടത് ചോദിച്ചാൽ അടിയനറിയാം. പക്ഷെ അടിയൻ ഈ ആദർശമായിട്ട് ബന്ധപ്പെട്ട കാലം പോലെ പറയുന്ന ഒരു വാചകമുണ്ട്, ദൈവത്തിന്റെ അനുഭവസ്ഥത കാണണമെങ്കിലും ശുഭാനന്ദാശ്രമത്തിൽ വന്ന്, പിശാചിനെ കാണണമെങ്കിലും ശുഭാനന്ദാശ്രമത്തിൽ. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഭഗവാൻ ഗുരുവായിട്ട് അവതരിച്ച് നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയുന്ന അറിവിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന് നന്മയിൽ കൂടി ജീവിച്ച് തന്റെ സ്ഥാനം വരെ എത്താൻ കഴിയും, അല്ലെങ്കിൽ താൻ തന്നെ ആകാൻ കഴിയും എന്ന അനുഭവസ്ഥയിൽ കൂടി 4 തിരുകുടലുകൾക്ക് കൂടി മറച്ചിരിക്കും. എന്നാൽ ഇന്നും നമുക്കൊക്കെ പറ്റുന്ന എന്താന്ന് ചോദിച്ചാൽ, തന്നെ അറിയുവാനുള്ള ആ ഒരു ചിന്ത ഉണ്ടാകുന്നില്ല. നമ്മുടെ ബഹുമാനായ സെക്രട്ടറി സ്വാമിയുടെ സൂചിപ്പിച്ചു, ഭഗവാൻ ഈ അടുത്ത കാലത്ത് 9 പേർക്ക് കഷായം കൊടുത്തുകൊണ്ട് തന്റെ സന്യാസ സംഘത്തിലേക്ക് ചേർത്തപ്പോൾ അതിലുൾപ്പെട്ട വ്യക്തികളിൽ 2 പേരാണ് അടിയനും ഈ സ്റ്റേജിൽ എനിക്ക് മുമ്പ് സംസാരിച്ച ജ്യോതിർമയന്ത സ്വാമി. ഭഗവാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായി, കോഴിയില്ലാത്തതിന് കുളക്കോഴിയെ കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുപോലെ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എന്റെയും ബഹുമാനായ ജ്യോതിർമയന്ത സ്വാമിയുടെയും രണ്ട് പ്രദേശം. പക്ഷെ ഒരു കാര്യം നമ്മുടെ ബഹുമാനായ ആദരണീയനായ സമ്പൂജ്യനായ സെക്രട്ടറി സ്വാമി ഇവിടെ അവതരിപ്പിച്ച സ്ഥിതിക്ക് ഒരു മറുപടിയായിട്ടല്ല ഞാൻ പറയുന്നത്, അതിനുള്ള യോഗ്യതയില്ല. എങ്കിലും ഒരു സത്യം പറയാതിരിക്കാൻ നിവൃത്തി. ആനയുടെ വലിപ്പം അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ അങ്ങ് മുകൾ ഭാഗം മുതൽ, അതായത് മുകൾ ഭാഗം പറയുമ്പോൾ ഭഗവാൻ കഴിഞ്ഞ പിന്നെ ഏറ്റവും മുകളിലുള്ള നമുക്കൊക്കെ അനുഭവമുള്ള ആളെന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനായ സെക്രട്ടറി സ്വാമി, രണ്ടാമത്തെ സെക്രട്ടറി സ്വാമി. ആ സ്ഥാനം മുതൽ ഇങ്ങോട്ട് ഭക്തസന്താനങ്ങൾ വരെയുള്ളവർ അവരറിയുന്നില്ല അവരുടെ വലിപ്പം. ഭഗവാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ട് ഭൂമിയിൽ വന്ന്
ഈ 4 തിരുവുടലിലെ കല്ലേറക്കുള്ളിൽ വെച്ചിട്ട് ഇന്നും 5ാമത്തെ തിരുവുടലിൽ യാതൊരു വിശ്രമവും ഇല്ലാതെ ഇന്നും അഹോരാത്രം നമുക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഈ ആമ്പാടി പ്രദേശത്ത് ഇന്ന് സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച ഖേദകരമായ ചില വാക്കുകൾ ഇതിന്റെ നാവിൽ വരാനിടയായി. ഞാൻ ഈ ആശ്രമത്തിന്റെ കൊടിയേറ്റ് കർമ്മത്തിൽ ഭഗവാന്റെ യോഗം കിട്ടി ജ്യോതിർമയാനന്ദ സ്വാമിയോടുകൂടി ഒപ്പം ഞാനും ബഹുമാന്യനായ കൃഷ്ണാമയും കൂടെ ഈ ദേവാലയത്തിലെത്തി. ഇതിനു മുമ്പ് കാഷായം സ്വീകരിച്ചതിന് ശേഷമുള്ള 2ാമത്തെ കൊടിയേറ്റാണ് ഇവിടെ നടന്നത്. ഇവിടെയല്ല, ഏറ്റവും അടുത്തുള്ള ദേവിയുടെ ആശ്രമത്തിലായിരുന്നു. അവിടെ ആ തൃക്കടിയേറ്റ് കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് അടിയനെയും സഹായിയായിട്ട് നമ്മുടെ ജ്യോതിർമാനന്ദ സ്വാമിയെയാണ് ഭഗവാൻ നിയോഗിച്ചിരിച്ചത്. 2ാമത് ഇവിടെ തൃക്കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുന്നതിനും ഇതിന്റെ ചുമതല വഹിക്കുന്നതിനും വേണ്ടി ജ്യോതിർമാനന്ദ സ്വാമിയെ സഹായിയായിട്ട് അടിയനെയും, പിന്നെ ശരിക്കും അമ്മയെ അങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. അമ്മയെന്നൊക്കെ പറയുമ്പോൾ എൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും ഒക്കെ സ്ഥാനത്ത് നിന്ന് ദൈവതുല്യമായി ആരാധിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ 2 പേരുടെ ആ ഒരു ഗ്രേഡിലേക്ക് അമ്മയെ നമുക്ക് താക്കാൻ പറ്റില്ല. അപ്പൊ എന്താണേലും ആ അടുത്ത പ്രദേശത്ത്, അതായത് ദേവിയോടെന്ന് പറയുന്ന പ്രദേശത്ത് ഭൗതികവശം നമ്മൾ ചിന്തിക്കുമ്പോൾ പലവിധത്തിലുള്ള വൈരുദ്ധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ കർമ്മം ചെയ്യാൻ രംഗത്ത് വന്നപ്പോ എത്ര മനോഹരമായിട്ടാണ് മംഗളകർമ്മം നടന്നതെന്ന് നമ്മൾ കാണും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആമ്പാടി ആശ്രമത്തിന്റെ അവസ്ഥയിലും ആ അടിയങ്ങളിവിടെ എത്തി ഇതിലെ കർമ്മങ്ങളിൽ ബന്ധപ്പെട്ട സമയം മുതൽ ഈ സമയം വരെ അത്യനുഗ്രഹപ്രദമായി തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. ഈ നടന്നത് കൊണ്ടാണ് നമ്മൾ അറിയേണ്ടത് ഇതിന്റെ നടത്തിപ്പുകാരൻ ആരാണ്. ശരിയാണ്, ഭൗതികവശാല് ബഹുമാന്യ നമ്മുടെ ജ്യോതിർമയാനന്ദ സ്വാമിയെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരെയും പോലെ തന്നെ ഇവിടെ തന്നെ 2 PhD പണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ വനിതാ സമ്മേളനം നടന്ന് അടിയന്റെ ഈ ശാരീരികമായ വിശ്രമിക്കാൻ വേണ്ടി ഇവിടെ പോയി കിടന്നതാ. ഒരു PhD അനുഭവ സാക്ഷി കേട്ടുകൊണ്ടാണ് ഞാൻ എണീറ്റ് വന്നത്. എനിക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ആ രംഗത്ത് തന്നെ വിക്ടോറിയ കോളേജിൽ നമ്മുടെ ടീച്ചറിവിടെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ അനുഭവങ്ങൾ ഹൃദയത്തിൽ തൊട്ട അനുഭവങ്ങളാണ് എന്ന് പറഞ്ഞത് കൊണ്ട് PhD മാത്രമാണ് അനുഭവസ്ഥരെന്നല്ല ഞാൻ പറഞ്ഞത്. സംസാരിച്ച് ഓരോരുത്തരും ഇങ്ങനെയായിരുന്നു. അപ്പൊ അത് ഇവിടെ ആരുടെ മഹത്വമാണ് എന്നുള്ളത് നമ്മളെ പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടാൽ ഇതുപോലെ നടക്കുന്ന സന്ദർഭങ്ങൾ എത്ര കണ്ട് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. 29ാമത് ആ ശാന്തിയാശ്രമത്തിന്റെ വാർഷികം നടന്ന ഈ അവസരത്തിൽ മനഃപൂർവ്വം അല്ലാതെയോ ആരെങ്കിലും വിട്ടുപോയി നിന്നിട്ടുണ്ടെങ്കിൽ ആ സമസ്ത അപരാധം ഗുരുമ്പാകിനെ പറഞ്ഞുകൊണ്ട് 30ാമത് വാർഷികം നടക്കുമ്പോൾ വളരെ സ്നേഹത്തിലും ഐക്യത്തിലും തന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം നിറവേറ്റാൻ നമ്മളെല്ലാം സദാ സന്നദ്ധരാകണം. അതാണ് നന്ദി, അതാണ് ദൈവത്തിന് അർപ്പിക്കേണ്ടതെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുവായൂർ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമ്മളെപ്പോലെയാണ് നമ്മളിവിടുത്തെ നയിക്കും. ചിലപ്പോൾ മിണ്ടും, ചിലപ്പോൾ മിണ്ടത്തില്ല. ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ ചെറിയ കാര്യത്തിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണണം. എൻ്റെ ഒരു കോഡ്ലെസ് മൈക്കാണ്. ഞാനും എൻ്റെ ഭാര്യയും ജീവിക്കുന്ന പോലെ മൈക്ക്. ചിലപ്പോൾ മിണ്ടുകയിലും മിണ്ടും. എന്തായാലും ആശംസകൾക്ക് വേണ്ടി കൃഷ്ണാനന്ദ രമേശ് വേദങ്ങളാണ്
രക്ഷിതാവും ആത്മാക്കളുടെ എല്ലാ ഉടമസ്ഥനും ജീവന്റെ ജീവനാഥനുമാകുന്ന മഹത്ശക്തി സ്വരൂപനെ ഭയഭക്തിയോട് ഹൃദയത്തിലോർത്ത് നമസ്കരിച്ചുകൊണ്ടും പൊന്നുതമ്പുരാൻ തിരിച്ചെഴുന്നള്ളി വാണിനെ പൊന്നോമനെ പൊന്നുപാദം വണങ്ങിക്കൊണ്ടും വീണ്ടും വീണ്ടും ദുശരീരങ്ങൾ വാഹനങ്ങളായി സ്വീകരിച്ച് അഞ്ചാം ദുശരീരത്തിൽ വാഴുന്ന പൊന്നോമനെ പൊന്നുപാദത്തിൽ വണങ്ങിക്കൊണ്ടും ഭഗവാന്റെ വാഹനങ്ങളാകുന്ന ത്യാഗങ്ങളാകുന്ന സന്യാസ പരമ്പരകളെ ആകമാന സഭയോട് നമസ്കരിച്ചുകൊണ്ടും ഭഗവാന്റെ തിരുവാരുണ്യത്തിൽ കൂടി ഈ 29ാമത് വാർഷിക മഹോത്സവം നടക്കുന്ന ഈ ശാന്തിയാശ്രമത്തിലെ വാർഷിക മഹോത്സവത്തിന് സമാപനമാകുന്ന ഈ മഹാസമ്മേളനം നടക്കുന്ന ഈ വേദിയിൽ അധ്യക്ഷത അലങ്കരിക്കുന്ന ആദരണീയായ ഗീതാനന്ദ സ്വാമിയെയും ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ലക്ഷ്മണ സോമസുന്ദരം അവരുടെയും മറ്റ് സന്യാസിമാരെയും ഭഗവാന്റെ ഓമന സന്തതികളായി ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന ഏവർക്കും ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പരിസരവാസികളായ നല്ലവരും സത്തുക്കളും സജ്ജനങ്ങളുമാകുന്ന ആത്മമിത്രങ്ങൾക്ക് ഏവർക്കും ശുഭാനന്ദ ഗുരുദേവന്റെ തിരുനാമത്തിൽ കൂപ്പുകയിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ തിരുകാരുണ്യത്തിൽ കൂടി ഈശ്വരൻ ഗുരുവായി ഭൂതലത്തിൽ എഴുന്നള്ളി 69 വർഷക്കാലം ഈ ഭൂതലത്തിൽ വാണിരുന്ന് ആ ശരീരം മാറി മാറ്റവും മരണവുമില്ലാത്ത മഹാശക്തി വീണ്ടും തിരിച്ചെഴുന്നള്ളി വാണിരുന്ന ആനന്ദജി ഗുരുദേവനിൽ കൂടി വാണിരുന്ന ആ കാലയളവിലാണ് ഈ പ്രദേശത്തുള്ള ഭഗവാന്റെ സന്തതികളൊക്കെയും പൊന്നുപാദത്തിലെത്തിയതും ഭഗവാനെ കാണുവാനും അറിയുവാനും ദുഃഖങ്ങൾ ഇറക്കി വെക്കുവാനും ആശ്വാസവും ആനന്ദവും അനുഭവിക്കുവാനും ഒക്കെ കഴിവന്ന മഹാഭാഗ്യം. ലോകാന്ത്യവരെയും തിരുശരീരങ്ങൾ വാഹനങ്ങളായി സ്വീകരിച്ച് ആത്മലോക രക്ഷ ചെയ്യുവാൻ നിയമം പാസാക്കിക്കൊണ്ടാണ് ശുഭാനന്ദ ഗുരുദേവൻ ഈ ഭൂതലത്തിൽ എഴുന്നള്ളിയത്. ഭൂതലത്തിൽ മേവിടും ഭക്തർക്ക് എന്നും കാണുവാൻ കണ്ടു കൈ ഊപ്പിയിടുവാൻ അതിനുവേണ്ടിയാണ് ഭഗവാൻ ശരീരം മാറി മാറി സ്വീകരിച്ച് ഇന്ന് 5ാമത്തെ ശരീരത്തിൽ വാഴുന്നത്. ആന്റണി ഗുരുദേവന്റെ തിരുവാഴ്ച പോലെ തന്നെയാണ് ഓരോ തിരുവാഴ്ചയിലും ഇന്ന് 5ാമത്തെ ശരീരത്തിൽ അൻപാർന്ന അംബുജലോചനൻ ലോകസൃഷ്ടിക്ക് വേഗനായിരുന്ന പരമാനന്ദ സമ്പൂർണ്ണനിത മധ്യവേഷത്തിൽ മാറ്റമില്ലാത്തവൻ മരണമില്ലാത്തവൻ എന്നും ഭൂമിയിൽ വാഴുന്നവൻ നമ്മുടെ മധ്യത്തിൽ വാഴുകയാണ്, നമ്മളോട് കൂടെ വാഴുകയാണ്. എന്നും വന്നൊരാളാണ്. ഓതിയ തത്വം അതൊന്നാണ്. അതിനാൽ നമ്മൾക്കൊന്നിക്കാം. അരുണോ ഉദയം പോലെ അതിൽ ഒന്നിച്ച് നമുക്ക് ഒത്തൊരുമിച്ച് ശുഭാനന്ദത്തിന് നാമസങ്കീർത്തനം പാടി സ്തുതിച്ച് ആദർശ കൊടിക്കീഴിൽ വളർന്ന് ഉന്നതനായി ഉത്തമനാകുന്ന ഗുരുവിന്റെ ഉത്തമ ശിഷ്യരായി വളരുവാൻ നൽകിയിരിക്കുന്ന ഈ മഹാഭാഗ്യം എന്നും നിലനിർത്തി തരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. നമുക്ക് നൽകിയിരിക്കുന്ന ഈ മഹാഭാഗ്യം ഈ 29ാമത് വാർഷിക മഹോത്സവത്തിന് ഭഗവാന്റെ തിരുകാരുണ്യത്തിൽ കൂടി ഈ സന്യാസ വൃന്ദങ്ങളെ ഇവിടെ കൽപ്പിച്ചയച്ച് ജ്യോതിർമയ സ്വാമിയിൽ കൂടി ആ കർമ്മങ്ങളൊക്കെയും നിർവഹിച്ച് ഭഗവാന്റെ തൃക്കരങ്ങളാൽ തൃക്കൊടിയേറി ഈ സമയം വരെയും എല്ലാം ഒന്നിനൊന്നിന് ഉപരിയായ നിലയിൽ നടത്തി തന്ന മനോസുഖം, പരമാനന്ദം, നിത്യാനന്ദം, അളവില്ലാത്ത അഴിവില്ലാത്ത ജ്ഞാനവർഷം ഇതൊക്കെയും ഗ്രഹിക്കുവാനും ഇതൊക്കെ അനുഭവിക്കുവാനും ഒക്കെ കൈവന്നിരിക്കുന്ന മഹാഭാഗ്യമാണ് കലിയുഗത്തിലെ തിരുവതാര വാഴ്ച. അതുകൊണ്ടാണ് ആദിപറയനം ദേവെന്ന പരമാർത്ഥ ജ്ഞാനത്തെ ഓതിത്തന്നപ്പോൾ അതിൽ കൂടി ജീവിക്കുവാനും ആത്മാവിന്റെ ആകാരമാകുന്ന ഈ പരമാനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൈവന്നിരിക്കുന്ന ഈ മഹാഭാഗ്യം അടുത്ത വർഷം ഇതിനേക്കാളും വലിയ നിലയിൽ ഈ വാർഷിക മഹോത്സവം നടത്തുവാൻ ഏകോപിച്ചു നിന്നുകൊണ്ട് കൈകൾ കോർത്ത് ഉന്നതമായി ഈ ആദർശത്തെ മുന്നോട്ട് വളർത്തിക്കൊണ്ടുപോകുവാൻ സർവലോകനാഥൻ നമ്മളെ ഓരോരുത്തരെയും കരുതിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ പ്രദേശത്തു നിന്നും വന്ന് ഇവിടെ ഈ ഇതിലൊക്കെയും പങ്കുചേർന്ന ഈ 3 ദിവസങ്ങളായി ശാഖാശ്രമങ്ങളിൽ നിന്നൊക്കെ എല്ലാ കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ വന്ന് ഇവിടെ നടത്തപ്പെട്ട സർവ്വകാര്യങ്ങളും പിന്നെ വനിതാ സമ്മേളനം, യുവജന സമ്മേളനം, കുഞ്ഞുങ്ങളുടെ കീർത്തനാലയങ്ങള്, ഇവിടെ ആത്മീയ പ്രഭാഷണങ്ങള് എല്ലാം
കോടാനുകോടി നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് നെടിയരിവിലൊക്കെ പങ്കുചേരുവാൻ അനുവദിച്ച് അനുഗ്രഹിച്ച സർവശക്തനെ നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് മഹാഗോപുരത്തിന്റെ പണികാര്യങ്ങളൊക്കെയും നടത്തുന്ന അതല്ല എത്രയും പെട്ടെന്ന് പണികാര്യങ്ങൾ പൂർത്തിയാക്കി ആത്മലോകത്തിനായി തുറന്നു ദാനം ചെയ്യുവാൻ സർവലോകനാഥന്റെ കരുണയൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നീലക്കാർമോകിൽ വർണ്ണനാഗുരു കൈതൊഴാം ഞങ്ങൾ കൈതൊഴാം ശബ്ദം കൊണ്ടെന്റെ ദോഷം തീർക്കുന്ന പൊന്നുനാഥനെ കൈതൊഴാം. അങ്ങനെ എന്നും കൈതൊഴുത് ആശ്രയിച്ച് ജീവിക്കുവാൻ, അഭയം കൊണ്ട് ജീവിക്കുവാൻ, മരണം വരെ ഈ ഭാഗ്യം നിലനിർത്തി തരുവാൻ സർവലോകനാഥൻ നമ്മുടെ ഏവരെയും കരുതിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടയാകുന്ന ഈ വാക്കുകളെ ഗുരുവാദം സമർപ്പിക്കുന്നു. ഏവർക്കും വിനീതമായ അടുത്തത് ലക്ഷ്മിയമ്മേ 2 വാക്കുകൾ ആശംസകൾക്ക് വേണ്ടി ക്ഷണിക്കുന്നു. സമ്മേളനം അവസാനിച്ചിട്ടില്ല കേട്ടോ. സർവലോകനാഥനായ പൊന്നോമന തമ്പുരാൻ സുഭാനന്ദ ഗുരുദേവ തിരുവടിയിലൂടെ തിരുവടികളാൽ സ്ഥാപിക്കപ്പെട്ട ആത്മബോധോദയ സംഘത്തിന്റെ ആസ്ഥാനമായ മാവേലിക്ക് സുഭാനന്ദ ആശ്രമത്തിന്റെ ശാഖാശ്രമമായി പ്രവർത്തിക്കുന്ന ശുഭാനന്ദ കാമ്പാടി ശുഭാനന്ദ ശാന്തി ആശ്രമത്തിന്റെ 29ാമത് വാർഷിക മഹാമുഖം അത്യാഡംബരപൂർണമായ ഭക്തിയുടെ ഫലമായി കൊണ്ടാടുവാൻ ഈ സന്നിധാനത്തിലെ അരുമസദാനിലൂടെ ആദ്യവും ആവേശവും തിരുഹൃദയ സ്വർഗത്തിൽ അറിയിച്ച് നമുക്കിന്ന് വാഴുന്ന പൊന്നോമന തമ്പുരാന്റെ തിരുകൽപ്പന പ്രകാരം ഇവിടെ വാർഷിക മഹാമഹത്തിന്റെ എല്ലാ സംരംഭങ്ങളും ആ പൊന്നു തമ്പുരാന്റെ അരുമ മക്കളൊക്കെ ഒരുക്കി ഈ മാർച്ച് 2-ാം തീയതി കുംഭമാസത്തിലെ കാർത്തിക തിരുനാളും മകയിലും തിരുനാളിൻ്റെയും സ്തുതികളാൽ ആഘോഷിക്കപ്പെട്ട ജന്മദിനാഘോഷങ്ങളൊക്കെയും ശക്തിയോടെ ആർത്തിയോടെ അതിൽ പങ്കാളികളായി ആചാര്യവൃത്തങ്ങളും ഭക്തഹൃദയങ്ങളും തുടങ്ങി ആ ധന്യമായ വേളയിലാണ് വ്യാപാരി ആശ്രമത്തിൻ്റെ 29ാമത് വാർഷിക മഹാമുഖം കൊണ്ടാടുവാൻ തിരുഹൃദയ സ്വർഗത്തിൽ നിന്നും കനിയൊരുങ്ങിയ തിരുകൽപ്പന പ്രകാരം ഇവിടെ എത്തുവാനും ആ തൃക്കൊടി കയറി ഒരു തമ്പുരാൻ്റെ നോമിന കാര്യങ്ങൾ നടത്തുവാൻ ജ്യോതിർമയ സ്വാമികളെ അനുവദിച്ച് അനുഗ്രഹിക്കുകയും അതിനോടൊപ്പം ഈ 3-ാം ദിനമാകുന്ന ഈ സുദിനത്തിൽ ഈ അബ്ബാരി ആശ്രമത്തിൻ്റെ വാർഷിക മഹാമഹ സമാപനം ധന്യമാക്കുവാൻ ഇരു കൃപകളാൽ ഇരു കാരുണ്യത്താൽ ഇരു കൽപ്പന പ്രകാരം ആത്മബോധോദയ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആദരണീയനും സ്നേഹനിധിയും ബഹുമാന്യനുമായ ഗീതാനന്ദ സ്വാമികളുടെ ആഗമനത്തോടുകൂടി ഈ സന്നിധാനവും ഈ കാണുന്ന സർവ ആഘോഷങ്ങളും ഒക്കെയും അനുഗ്രഹിതമായി നിലകൊണ്ടു നിൽക്കുന്നതും ആചാര്യ ശ്രേഷ്ഠന്മാരെ വണങ്ങിക്കൊണ്ട് എൻ്റെ സ്നേഹനിധിയായ അമ്മയെ വണങ്ങിക്കൊണ്ട് മുഖ്യപ്രഭാഷകൻ
ലക്ഷ്മണ സോമസുന്ദരം സ്വാഗതം അർപ്പിച്ച സെക്രട്ടറി സുരേന്ദ്രൻ അർപ്പിക്കുന്ന വിനു ശാഖാ ആശ്രമങ്ങളിൽ നിന്നും ആദരണീയരായ സെക്രട്ടറിമാരും പ്രവർത്തകരും പ്രചാരകരുമായി ഈ ഇരിക്കുന്ന ഏവരെയും വണങ്ങിക്കൊണ്ട് അരുമ സന്താനങ്ങളായ ഭഗവാന്റെ ഓമനമിത്രങ്ങളെ ആ അരുമ ആത്മരത്നങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തിരികൽപ്പന പ്രകാരം ഏഴായ എനിക്കും വ്യാഴാഴ്ച കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തി പൊന്നുതമ്പുരാൻ്റെ ഈ വാർഷിക മഹാത്മ്യത്തിന് പങ്കാളിത്തം വഹിക്കുവാൻ അനുഗ്രഹിച്ച് അയച്ചു നോക്കുകയും ഈ 3 ദിവസത്തെ ഉത്സവം വാർഷിക മഹാത്മ്യം ഇവിടെ നടന്നതായ എല്ലാം കണ്ടും അറിഞ്ഞും അനുഭവിച്ചും ആ ആത്മസുഖത്തിൽ മതിമറന്ന് ആത്മലോകം മറക്കുകയും ഇവിടെ എത്തി ഓരോ ദിവസത്തെയും ആദർശധ്വജത്തിന്മേൽ കൊടിയേറി ഒരു ക്ഷേത്രം അനുദിനം കൊണ്ടാടും പുണ്യക്ഷേത്രം ഉണ്ണോമനക്കരങ്ങളാൽ ആ ചതുർവർണ്ണ പതാക ആദർശക്കൊടി ചതുർവർണ്ണ പതാക പറക്കട്ടെ കൊടി പറക്കട്ടെ ശുഭാനന്ദ കൊടി പറക്കട്ടെ. പ്രകൃതിയുടെ ആനന്ദകരമായ കാറ്റ് ആടി ഉലഞ്ഞ് ആനന്ദനൃത്തമാകിയ ചതുർവർണ്ണ പതാകയെ കണ്ട് ഞാൻ ആനന്ദിച്ചു സന്തോഷിച്ചു നോക്കുകയും ഈ 3 ദിവസം ഈ സന്നിധാനത്തിൽ യാതൊരു കുറവും കൂടാതെ കഴിയുവാനും അനുഗ്രഹിക്കുവാനും ആ ആനന്ദം പകരുവാനും എന്നെ അനുഗ്രഹിച്ച് നൽവരങ്ങളുമായി അയച്ച തമ്പുരാനെ ഓടാനും ഓടി നന്ദികളാൽ സ്തുതിച്ചുകൊണ്ട് ഈ സന്നിധാനത്തിൽ എൻ്റെ സ്നേഹനിധിയായ ആദരണീയനായ നമ്മുടെ ഗീതാനന്ദ സ്വാമികൾ 1-2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. കവിയൂരാണ് ലക്ഷ്മി അമ്മയുടെ വീട്, ശരിയാണ്. തമ്പുരാൻ തൻ്റെ അരുമ സന്താനങ്ങള് അറിവ് കേടുകൊണ്ട് അധപ്പതിച്ച് അടിമകളായി കടന്നുപോയ ആത്മാക്കളെ തേടി നടന്ന കൂട്ടത്തിൽ കണ്ടുകിട്ടിയ ഒരു ഭക്തനാണ് എൻ്റെ പിതാവ്. ആ കാര്യങ്ങളൊക്കെ അറിയുവാൻ സമയമില്ല. പൊന്നുതമ്പുരാൻ്റെ കരുതലും കാരുണ്യവും എനിക്ക് എൻ്റെ മാതാവും എൻ്റെ പിതാവും എനിക്ക് എൻ്റെ ഗുരുവിനെ കാട്ടിട്ടും ഗുരുവിൽ ഞാൻ ഈശ്വരനെ കണ്ട് ദൈവമേ ഞാൻ എൻ്റെ ജീവിതമെപ്പോഴും അങ്ങേക്കായി ജീവിത ശുദ്ധിയും സൽഫലങ്ങളുമായി വർദ്ധിപ്പിച്ച് ജീവിതത്തിൽ തിരുവനന്തപുരം പ്രദേശത്തേക്ക് കടന്നു വന്ന് എനിക്ക് കിട്ടിയതായ ഭൗതിക ജീവിതവും ആധ്യാത്മിക ജീവിതത്തിലൊക്കെയും ഒരു തമ്പുരാൻ ഓരോ ദിനം തോറും എൻ്റെ ആത്മാവിനെ എൻ്റെ ആത്മസ്വരൂപത്തെ തിളക്കമുള്ളാക്കി തീർക്കുന്ന ആ തമ്പുരാനെ കഴിവാർന്ന ആ ആനന്ദ അമൃത് മൂട്ടി വളർത്തി ജലാനരകളെ ഒക്കെയും മാറ്റുന്ന പാലായി കടഞ്ഞെടുത്ത അമൃതുപോലെ ഒരു തമ്പുരാൻ വൻമലമുകളിലേറി വൻമലകളുടെ ഇടുക്കുകളിൽ കൂടി മലയോരങ്ങളിൽ നിന്നും കടഞ്ഞെടുത്ത ജ്ഞാനാമൃതാണ് നമ്മുടെ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത്. ആ അമൃത് ഈ ലോകത്തിൽ എങ്ങും ലഭിക്കാത്ത പരമാനന്ദം, നിത്യാനന്ദം, ആ ആനന്ദം ആ സദ്ഗുരുവിൽ കൂടി നമുക്ക് കൈക്കലാക്കുവാൻ നിയമങ്ങൾ, നാമങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് തമ്പുരാന്റെ ജീവിഷ്ടത്തിലൊത്ത് ജീവിക്കുവാൻ നമ്മൾ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്നിധാനം
ഇവിടെ ധന്യനായ അഞ്ച് സന്യാസിമാരുടെ ആ പുണ്യങ്ങളാൽ ഈ ആഡിറ്റോറിയം സദാനന്ദ സിദ്ധ ഗുരുദേവൻ ഇരുപടികളുടെ കഥയ്ക്ക് അടിനാധാനം ചെയ്ത് ഈ സന്നിധാനത്തിന് ദാനം ചെയ്തതും ഞാൻ ഈ സമയം ഓർത്തുകൊണ്ട് വൈകിയ വേളയിൽ ഒന്നും പറയുവാൻ ഒന്നും എത്തുവാൻ സാധിക്കാത്ത വിധത്തിൽ ഈ 3 ദിവസത്തെ ഈ വാർഷിക മഹാമുഖം മനോത്സവമാക്കി തന്ന ഓമന തമ്പുരാനെ കൂടി നന്ദികളാൽ സ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദത്തിൽ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ സമ്മേളനം ഇവിടെ പര്യവസാനിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബിനുകുമാർ ഭട്ടനെ ക്ഷണിക്കും. മാവേലിക്കര ചെറുകോൾ ശ്രീ ശുഭാനന്ദ ആശ്രമത്തിലെ സെക്രട്ടറി പദം അലങ്കരിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ള ശ്രീ ഗീതാനന്ദൻ സ്വാമി, മറ്റും ഉണ്ടായിരിക്കുന്ന വേദിയിൽ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സന്യാസ വൃന്ദങ്ങൾ, വിശിഷ്ട ചീഫ് ഗസ്റ്റായി വന്നിരിക്കുന്ന ശ്രീ ലക്ഷ്മണ സോമസുന്ദരൻ സാർ, ഏവരെയും നമസ്കരിച്ചുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന ശുഭാനന്ദ ഭക്തസന്തതികളെയും ഏവരെയും നമസ്കരിച്ചുകൊണ്ട് കൃതജ്ഞത പറയുന്ന കർമ്മമാണ് സ്വാമി എനിക്ക് ഏൽപ്പിച്ചത്. അതിനു മുമ്പ് നമ്മുടെ ആദർശത്തിനെ കുറിച്ച് വൈകിയ വേളയിൽ ഒരു വാക്ക് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആമ്പാടി ശ്രീ ശുഭാനന്ദ ശാന്തി ആശ്രമത്തിൻ്റെ 29ാമത് വാർഷിക മഹോത്സവം ഇന്ന് ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ മാറി മാറി 5-ാം തിരുശ്ശേരിയിൽ വന്ന ദേവാനന്ദ ഗുരുദേവ തിരുവടികളിൽ അത്യത്ഭുത കലകളോടുകൂടി തൃക്കൊടിയേറ്റ് കർമ്മം മുതൽ ഈ സമയം വരെയും പൊന്നമ്പൂറ്റി ഇവിടെ ഭക്തജനങ്ങളുടെ ഉക്കാമ്പിൽ തുള്ളിക്കളിച്ച് ആനന്ദ നൃത്തമാടി എന്ന് ആമ്പാടി ആശ്രമത്തിലെ എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ കൂടിയ എല്ലാ ഭക്തജനങ്ങൾക്കും വിശ്വാസമാണ്. ഇന്ന് നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് ആദർശങ്ങളുണ്ട്. ആത്മീയമായി നോക്കുമ്പോൾ അമൃതാനന്ദമയി ദേവിയെ ആരാധിക്കുന്നവരുണ്ട്, സത്യസായി ബാബയെ ആരാധിക്കുന്നവരുണ്ട്. അങ്ങനെ അനേകം ആദർശങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ ശുഭാനന്ദ ആദർശം എന്ന് അടിയനെ മനസ്സിലാക്കുവാൻ സാധിച്ചു. നമുക്കെല്ലാം ഓർമ്മയുണ്ട്, ഏകദേശം ഒരു 2 വർഷത്തിന് മുമ്പ് കോവിഡ് എന്ന മഹാമാരി ലോകമാകെ പടർന്നു പിടിച്ചു. നാം എല്ലാം കുറേ ദിവസം ലോക്ക്ഡൗൺ ആയി. അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിലും പള്ളികളിലും മസ്ജിദുകളിലൊക്കെ പോയി ആരാധിച്ചിരുന്നവരെല്ലാം വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടുകയാണ്. അപ്പോൾ അവർക്ക് ക്ഷേത്രങ്ങളിൽ പോയി ദൈവത്തിനെ ആരാധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചിരുന്നു, ഇത്രയും ഭക്തിയായി ക്ഷേത്രങ്ങളിലൊക്കെ ഞാനിപ്പോൾ താമസിക്കുന്ന അരിമന ഭാഗത്ത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പോയി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് അവരെല്ലാം മുടങ്ങി വീട്ടിലിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു ശുഭാനന്ദ ആദർശത്തിലെ ഒരു ഭക്തനും അന്നത്തെ ആ ഹൃദയപൂജയിൽ കൂടി ആണ് നമ്മളെ ഭഗവാനെ ആരാധിക്കാൻ വേണ്ടി നമ്മുടെ ഗുരുദേവൻ കൽപ്പിച്ചത്. ഒരു ദിവസം പോലും നമുക്ക് മുടക്കം വന്നില്ല. കോവിഡ് എന്ന മഹാമാരി വന്ന് ലോക്ക്ഡൗൺ ആയപ്പോഴും ശുഭാനന്ദ ആദർശത്തിലെ ഒരു ഭക്തനും ഹൃദയപൂജയിൽ കൂടെ ഒരു നേരത്തെ പൂജ ചെയ്യാൻ പോലും മുടക്കം വന്നില്ല. അത് വലിയൊരു ഭാഗ്യമായി അടിയൻ കാണുന്നു. അതാണ് നമ്മുടെ ആദർശത്തിൻ്റെ വ്യത്യസ്തത. നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഭഗവാനെ കണ്ട് ഹൃദയപൂജ ചെയ്ത് സായുജ്യത്തിലെത്തുവാനാണ് നമ്മുടെ ഗുരുദേവൻ കൽപ്പിച്ചത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലോട്ട് കിടക്കുകയാണ്. ആദ്യമായി ആമ്പാടി ശ്രീ ശുഭാനന്ദ ശാന്തി ആശ്രമത്തിൻ്റെ 29ാമത് വാർഷിക മഹോത്സവം ഇത്ര മഹനീയമായ രീതിയിൽ ഏവരെയും ഹൃദയം കൊണ്ട് ആനന്ദിക്കുവാൻ ഇടയാക്കിയ പൊന്നമ്പൂറ്റി വാഴുന്ന തിരുശരീരമായ ദേവാനന്ദ ഗുരുദേവ തിരുവടികളുടെ പാതാരബന്ധങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് കോടാനുകോടി നന്ദി അർപ്പിക്കുകയാണ്. അടുത്തതായി നമ്മുടെ അമ്പൂറ്റി കഴിഞ്ഞാൽ അടുത്ത ഏവർക്കും ആദരണീയനായ സ്വാമിയാണ് നമ്മുടെ സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ അവർ. ഇത്രയും ദൂരെ വന്ന് ആർത്തിയോടുകൂടി സത്യം പറഞ്ഞാൽ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. നമ്മുടെ ഇത്രയും ഘോഷയാത്രയിലൊക്കെ സ്വാമി നടന്നു വന്നത് ഒരു മടിയും കൂടാതെ മനസ്സിൻ്റെ ആനന്ദം
ആനന്ദം കൊണ്ട് തിരിച്ചിവിടെ ആശ്രമത്തിൽ വന്ന് ആ കീർത്തനമാർപ്പൊക്കെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അമ്പൂറ്റി തന്നെയാണ് ആ ശരീരത്തിൽ കൂടെ വന്ന് നമ്മളെല്ലാം ഇത്ര ആനന്ദിപ്പിച്ചത് എന്ന് ഓർക്കുകയാണ്. അങ്ങനെ ആ സ്വാമിക്ക് ആമ്പാടി ശ്രീ ശുഭാനന്ദ ശാന്തി ആശ്രമത്തിന്റെ പേരിലും എൻ്റെ പേരിലും അധ്യയനങ്ങളുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ സ്വാമി ജ്യോതിർമയാനന്ദൻ അവർകളാണ്. സ്വാമിയും നല്ല പ്രഭാഷണം കാഴ്ചവെച്ചു. നമ്മുടെ വാർഷികത്തിന് മുന്നോടിയായി സ്വാമി ഇവിടെ വന്ന് വേണ്ട ഉപദേശങ്ങളെല്ലാം തന്ന് നമ്മളെ എല്ലാം തെറ്റുകൾ തിരുത്തി ഇത്ര കമനീയമായ രീതിയിൽ വാർഷികം നടത്താൻ എല്ലാം പ്രചോദനമായി നമുക്ക് എല്ലാ ഉപദേശവും തന്ന ആ സ്വാമിയെ എൻ്റെ പേരിലും ആമ്പാടി ആശ്രമത്തിൻ്റെ പേരിലും ഭക്തജനങ്ങളുമെല്ലാം ഹൃദയം നിറഞ്ഞ സ്വാഗതം അർപ്പിച്ചു കൊടുക്കും. അടുത്ത സ്വാമി നിയുക്താനന്ദൻ അവர்களാണ്. സ്വാമിയും നമുക്കിവിടെ വന്ന് എല്ലാ ഉപദേശവും നൽകി നല്ല പ്രഭാഷണം കാഴ്ചവെച്ചു. നമ്മുടെ എല്ലാ മനസ്സിനെ കുളിർപ്പിച്ച ആ സ്വാമിക്ക് എൻ്റെ പേരിലും ആമ്പാടി ആശ്രമത്തിൻ്റെ പേരിലും ഭക്തജനങ്ങളുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. അടുത്തതായി നമ്മുടെ അമ്മ കൃഷ്ണാനന്ദിനി അമ്മയെ പേര് പറയുമ്പോൾ മാത്രം നമുക്ക് എല്ലാവർക്കും വായിൽ വരുന്നത് നമ്മുടെ അമ്മയെന്നാണ്. കാരണം നമ്മുടെ കൃഷ്ണാനന്ദിനി അമ്മയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. നമ്മൾ ആശ്രമത്തിൽ വന്നാൽ ആശ്രമത്തിലെ ഭക്തരെ മാത്രമല്ല, ആ പ്രദേശത്തുള്ള എല്ലാ പരിസരവാസികളുമായിട്ട് ഒരു ചങ്ങാത്തം ആ അമ്മയ്ക്കുണ്ട്. അത് നമ്മൾ പുറത്തിറങ്ങുമ്പം എല്ലാവരും ചോദിക്കണം കൃഷ്ണാനന്ദിനി അമ്മ വന്നോ എന്ന് ചോദിക്കാറുണ്ട്. സത്യമാണ്. അപ്പോൾ ആ അമ്മ അത്രയും സ്നേഹനിധിയായ അമ്മ നമുക്ക് ഇവിടെ കിട്ടിയത് വലിയ ഭാഗ്യമായി കണ്ടുകൊണ്ട് ആമ്പാടി ആശ്രമത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഭക്തജനങ്ങളുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്ത നന്ദി പറയേണ്ടത് നമ്മുടെ ലക്ഷ്മി അമ്മ, തിരുവനന്തപുരം തൊട്ടടുത്ത ശാഖാശ്രമത്തിൽ നിന്ന് വന്ന ലക്ഷ്മി അമ്മയ്ക്കാണ്. അമ്മയെ എല്ലാവരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ അമ്മയ്ക്കും ആമ്പാടി ആശ്രമത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഭക്തജനങ്ങളുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി ഉദ്ഘാടകയായി ഇന്ന് വരാമെന്ന് പറഞ്ഞിരുന്ന ശ്രീമതി മീനാദേവി മേഡം ഇന്ന് രാവിലെ അടിയൻ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഉടമ്പ് ശരിയില്ല, കാച്ചിലായിലേക്ക് മുടിച്ചാ വന്നില്ല அப்படின்னு അങ്ങനെ പറഞ്ഞു. ആ അമ്മയ്ക്കും ഇവിടെ സ്ഥിരമായി വന്ന് ഉദ്ഘാടക പദം അലങ്കരിക്കുന്ന അമ്മയ്ക്കും ആമ്പാടി ആശ്രമത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന മുഖ്യ പ്രഭാഷകൻ ശ്രീ ലക്ഷ്മണ സോമസുന്ദരം നാഞ്ചിൽ വീര അവർകളാണ്. ഇന്ന് നാഗർ തക്കല കഴിഞ്ഞ് അങ്ങോട്ട് പോയി ആരുടെ ചോദിച്ചാലും എല്ലാവർക്കും അറിയാം. ആള് കാണുമ്പോൾ ഒരു ചെറിയ ആളായിരിക്കുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ നമ്മുടെ ആശ്രമത്തിൽ നമ്മുടെ സുരേന്ദ്രമറ്റം പറഞ്ഞു നമുക്കൊന്ന് ഒരു മുഖ്യ പ്രഭാഷകൻ ഒരാളെ കണ്ടെത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കന്യാകുമാരിയിലുള്ള സുഭാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സാറിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തന്നതും ഞാൻ കൂപ്പിടിച്ചോളൂ എന്തൊക്കെയാണ് പാലൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ പോയി സാറിനെ കാണാൻ പോയതും. സാർ പറഞ്ഞതെല്ലാം സത്യമാണ്. നമ്മൾ പോയി ആശ്രമത്തിൽ അമ്പൂറ്റിയെക്കുറിച്ച് പറയുമ്പോൾ സുരേന്ദ്രമറ്റം ജയകുമാർ ഭക്തനും ഒക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര ശ്രദ്ധയോടുകൂടി നമുക്കൊരു ബോറടിച്ച അവസ്ഥ ഉണ്ടായി. കാരണം അത്രയും സമയമെടുത്ത് സംസാരിച്ചപ്പോൾ നമുക്ക് തോന്നി ഇത്രയും വേണോ എന്ന് നമ്മൾ തമാശയായിട്ട് സംസാരിച്ചെങ്കിലും പക്ഷെ അങ്ങനെ ഒന്നുമല്ല. സാർ വന്നിട്ട് അത്രയും ശ്രദ്ധയോടുകൂടി സാർ ഇവിടെ പ്രഭാഷണത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ അവരുടെ ഗുരു അങ്ങനെ ഒരു വെളിപ്പാടുണ്ടായി വന്നെന്നാണ് എനിക്ക് വിശ്വാസം തോന്നുന്നത്. അങ്ങനെ ഒരു നല്ല രീതിയിൽ പ്രഭാഷണം കാഴ്ചവെച്ച ആ സാറിനും ആമ്പാടി ആശ്രമത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഭക്തജനങ്ങളുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. അടുത്തതായി നന്ദി പറയേണ്ടത് നമ്മുടെ ആശ്രമത്തിലെ സെക്രട്ടറി സുരേന്ദ്രൻ ഭക്തനാണ്. സ്വാഗതം പറഞ്ഞ സുരേന്ദ്രൻ ഭക്തൻ. സത്യം പറഞ്ഞാൽ 29ാമത് വാർഷിക മഹോത്സവത്തിന് ഞാൻ എല്ലാ പ്രാവശ്യവും എൻ്റെ കൂടെ ഉണ്ടാവും. ഈ പ്രാവശ്യം എൻ്റെ മനസാക്ഷി തൊട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാൻ പോയില്ല. ഒരു പടക്കം വാങ്ങിക്കാൻ വേണ്ടി മാത്രം പോയ ജോലി മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആ ഭക്തൻ മാത്രമാണ്. ആ ഭക്തന് എൻ്റെ പേരിലും ആമ്പാടി ആശ്രമത്തിൻ്റെ പേരിലും ഭക്തനുകളിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്ത പ്രസിഡന്റ് ജയകുമാർ ഭക്തൻ, ശശി ഭക്തൻ, ആമ്പാടി ആശ്രമത്തിലെ ഇപ്പോൾ ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെ ഇവിടെ ഈ വാർഷികം നല്ല രീതിയിൽ നടത്തുവാൻ വേണ്ടി ദിവസവും ഇവിടെ വന്ന് സങ്കല്പ പ്രാർത്ഥന ചെയ്യുന്ന അമ്മമാര്, ഭക്തന്മാർ, ഏവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇത്രയും കമനീയമായ രീതിയിൽ 29ാമത് വാർഷികം നടന്നതെന്ന് നമ്മളെല്ലാം സമ്മതിക്കേണ്ടി വരും. അങ്ങനെ അവർക്കെല്ലാവർക്കും എൻ്റെ പേരിലും ആമ്പാടി ആശ്രമത്തിൻ്റെ പേരിലും ഭക്തജനങ്ങളുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഇവിടെ ഓടിക്കൂടിയ
ദേവിയോട് ആശ്രമത്തിലെ ഭക്തജനങ്ങൾ, ആറുകാണി ആശ്രമത്തിലെ ഭക്തജനങ്ങൾ, ആനാവൂർ ആശ്രമത്തിലെ ഭക്തജനങ്ങൾ, വെള്ളാങ്കോട് ശാഖാശ്രമത്തിലെ ഭക്തജനങ്ങൾ, തിരുവനന്തപുരം ശാഖാശ്രമത്തിലെ ഭക്തജനങ്ങൾ, അല്ലാതെ ഇവിടെ കൂടിയ നാട്ടുകാര് എല്ലാവരും സൗണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആമ്പാടി ആശ്രമത്തിൻ്റെ പേരിലും ഭക്തജനങ്ങളുടെ പേരിലും എൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദത്തിൽ സമർപ്പിക്കുന്നു. ഏവർക്കും നമസ്കാരം. സമ്മേളനം അവസാനിച്ചതായി അറിയിക്കുന്നു.